നമുക്ക് ഒരുമിച്ച് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിലായിരിക്കാൻ ദൈവം നൽകുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സമയത്ത് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സഹോദരിമാരെയും സഹോദരന്മാരെയും ഞാൻ വന്ദനം ചെയ്യുകയും ക്രിസ്തുവിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എനിക്ക് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട്, പ്രിയ ബീന അജയ് സിസ്റ്റർ, നിങ്ങളുടെ മിനിസ്ട്രിക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളാലാവോളം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നല്ലോ. ദൈവത്തിന്റെ എല്ലാ പ്രവർത്തികൾക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം. പലർക്കും പലപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ മുന്നോട്ട് വെക്കാൻ തയ്യാറാകുന്ന ആ ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവശബ്ദം നമ്മൾ കേൾക്കും, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ എന്നൊക്കെ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് നമ്മൾ വെക്കാനായിട്ട് നമ്മൾ തയ്യാറാകത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ അവൻ വിശ്വാസത്താൽ കാലം മുന്നോട്ട് വെക്കാൻ തയ്യാറാകുന്നിടത്ത് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. എവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം എവിടെ നോക്കിയോ, അവൻ യഹോശാഫാത്തിനോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഈ പടയിൽ നിനക്ക് പൊരുതാൻ ആവശ്യമില്ല, അതുകൊണ്ട് നീ രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊള്ളെന്നല്ല പറയുന്നത്, നീ പോകണം, നീ ചെയ്യുവാനുള്ളത് നീ ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ചെങ്കടന്റെ മുൻപിൽ എത്തപ്പെട്ട മോശയോട് പറയുന്നത്, നീ മുന്നോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കുക, വെള്ളം രണ്ടായി ഭാഗ്യപ്പെട്ടിട്ടല്ല പറയുന്നത്, വിശ്വാസത്താൽ കാണാതെ ആമെ കാല് മുന്നോട്ട് വെക്കാൻ തയ്യാറാകുമ്പോ ആമെ ദൈവം ചെയ്യണത് ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളാൽ ആവോളം നമ്മൾക്ക് എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അത് ചെയ്യുവാൻ നമുക്ക് അവസരം നൽകട്ടെ. ഈ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും സ്തോത്ര. പ്രഭാത സമയത്ത് നമ്മൾ ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവത്തിന്റെ സന്നിധാനം ആയിരിക്കണം. കുറച്ച് ദിവസം ഇവിടെ ഈ തണുപ്പൊക്കെ ആയത് കാരണം എൻ്റെ തൊണ്ടയ്ക്ക് ഒരല്പം പ്രയാസമുണ്ട്. എങ്കിലും ഞാൻ ദൈവവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ, ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് എൻ്റെ സ്വദേശം. നിങ്ങൾ ഇതിനകത്ത് ആരെ എനിക്ക് പരിചയം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ എൻ്റെ വീട്. എനിക്ക് എൻ്റെ പിതാവ് കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. താൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ മാതാവ് തനിയെ ഭവനത്തിലായിരിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ 4ാമത്തെ ആളാണ്. എനിക്ക് മൂത്ത 2 സഹോദരന്മാർ, ഒരു സഹോദരി, ഇളയൊരു സഹോദരിയുണ്ട്. ഇത്രയുമാണ് ഞങ്ങളുടെ പശ്ചാത്തലം. എന്റെ വിവാഹം കഴിച്ചത് പത്തനാപുരം ചാച്ചിപ്പുന AG ചർച്ചിലാണ് എന്നെ വിവാഹം ചെയ്തു കൊണ്ടുപോയത്. ഞങ്ങൾ അസംബ്ലിസോട് സഭയുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഈ ഹൈദരാബാദ് പട്ടണത്തിൽ ഞങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം അവസരം നൽകി. ദൈവത്തിന്റെ എല്ലാ കരുതലുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവം ഞങ്ങൾക്ക് 2 ആൺമക്കളെ ദാനമായി നൽകിയിട്ടുണ്ട്. മൂത്ത മകൻ വിവാഹിതനാണ്. അവൻ എറണാകുളത്ത് കുടുംബമായി താമസിക്കുന്നു. അവൻ ഇളയൊരു 2 ആൺമക്കളാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ഒരു മലയാളം ചർച്ചാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. നാട്ടിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പം 4ാമത്തെ വർഷമാണ് ആയിരിക്കുന്നത്. അതുവരെ ഞങ്ങൾ നാട്ടിൽ തന്നെയാണ് സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എന്നെ കുറിച്ച് പരിചയപ്പെടുത്താവുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാനൊരു പാസ്റ്റർ മകളായി പാഴ്സനേജിൽ വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ പാഴ്സനേജിന്റെ പശ്ചാത്തലത്തിലൊക്കെ വളർത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായ ഒരു സാക്ഷ്യങ്ങളൊന്നും എനിക്ക് എടുത്തു പറയാനായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വളർത്തപ്പെട്ടു. ഇനി നമുക്ക് പറയാനാണെങ്കിൽ പാഴ്സനേജിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയാനായിട്ട്, പക്ഷെ എനിക്ക് എപ്പോഴും ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവവചനത്തിലെ കൊണ്ട് ഇതുവരെ എൻ്റെ സാക്ഷി ഞാൻ പറയാനായിട്ട് എങ്ങും ശ്രമിച്ചില്ല. കാരണം അങ്ങനെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ആ കാലത്തൊന്നും സുവിശേഷ വേല എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു. എൻ്റെ പിതാവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന കാലത്തൊക്കെ ഇനി അപ്പൻ ഉപദേശിയ എന്ന് പറയുന്നതിനകത്തൊന്നും അത്ര അഭിമാനം കൊള്ളുന്ന ഒരു കാലം ഇന്നത്തെ കാലമല്ല. അന്നത്തെ കാലം ഇടുങ്ങിയ സാഹചര്യത്തിൽ ജീവിക്കണം, വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലം. പക്ഷേ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് ആരും എങ്ങും നശിച്ചു പോയിട്ടില്ലെന്ന ചരിത്രമാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ ചെറിയ കാര്യങ്ങളിലും ദൈവത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തി നിന്നാൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആത്മാവ് നമ്മളോട് പറയുക. നമുക്ക് ദൈവവചനത്തിലേക്ക് ഇന്ന് രാവിലെ സമയം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് നൽകിയ ദൈവവചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അതിന്റെ 83ാമത് വാക്യമാണ്. 119 സങ്കീർത്തനം അതിന്റെ 83ാമത് വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാൻ ആക്കുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119ന്റെ 83ാമത് വചനം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, പുകയത്തു വച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല. നമുക്ക് ഈ 119 സങ്കീർത്തനം നമുക്കറിയാം. ഈ 119 സങ്കീർത്തനത്തില് കൂടുതലും ദൈവത്തിന്റെ വചനത്തെ കുറിച്ച്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് ആമനാണ് പറയുന്നത്. വചനം ജീവിപ്പിക്കുന്നതാണ് നിന്റെ വചനം
എന്റെ കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം. അങ്ങനെ വചനത്തെ കുറിച്ച് നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് കാൽ വിലക്കുന്നു. നമ്മൾ ഈ വേദഭാഗം ആദ്യോടെ ഈ 119 സങ്കീർത്തനം വായിക്കുമ്പോൾ കൂടുതലും ദൈവത്തിന്റെ വചനം, തിരുവചനം, ആമേൻ, അതുപോലെ തന്നെ നിന്റെ ചട്ടങ്ങൾ, നിന്റെ ന്യായപ്രമാണങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് ഈ വേദഭാഗങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ സങ്കീർത്തനം എഴുതിയത് ഒരു ജ്ഞാനിയോ ഒരു ശാസ്ത്രിയോ ആയിരിക്കണം. കാരണം നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനം നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 22 ചരണങ്ങളുള്ള ആമേൻ ഹീബ്രു അക്ഷരമാലയിലെ ഈ അക്ഷരങ്ങൾക്കൊത്തവണ 8 വാക്യങ്ങൾ വീതമാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വ്യക്തമായി ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ ആ എഴുത്തുകാരന്റെ എത്രത്തോളം കഴിവുള്ള ആളാണ്, അയാളുടെ ഭാഷ, ജ്ഞാനം, കഴിവ്, പ്രാപ്തി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ആമേൻ വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ വേദഭാഗം ഇത്ര കൃത്യമായി 8 വാക്യങ്ങൾ വെച്ചൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും ഹീബ്രു അക്ഷരമാലയിലെ കാര്യങ്ങൾ ഇതിനെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ടും ഒക്കെ ഇതൊരു ജ്ഞാനിയോ ഒരു ശാസ്ത്രിയോ ആയിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഹോവയുടെ ന്യായപ്രമാണത്തെയും ആ ന്യായപ്രമാണം നൽകി ഇസ്രയേലിന്റെ ദൈവത്തെയും സ്തുതിക്കുന്ന അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി അത്രയും മാത്രമേ ഞാൻ അതിന്റെ ഭാഗം പറഞ്ഞിട്ട് വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ വരിക. ഇവിടെ സങ്കീർത്തനക്കാരൻ 83-ാം വാക്യത്തിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുക, പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. തന്റെ സ്വന്തം ജീവിതത്തെ താൻ ദൈവത്തോട് പറയാ താൻ കടന്നു പോകുന്ന വഴികളെ, താൻ ആയിരിക്കുന്ന അവസ്ഥകളെ താൻ ഇങ്ങനെ ദൈവത്തോട് പറയുക. 81-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുകയാ, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുകയാ. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം, താൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രശ്നത്തിന്റെ വലിപ്പത്തെ, അത് എത്ര മാത്രമുണ്ട്, ആ പ്രശ്നത്തിന്റെ ആഴം എങ്ങനെ ഉണ്ട് എന്ന് താൻ ദൈവത്തെ ഒന്ന് ബോധിപ്പിക്കേണ്ടതിന് അവൻ ദൈവത്തോട് പറയുന്ന വാക്കുകളാ. ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുക എന്ന വാക്കെന്നൊക്കെ പറയുന്നത് ഞാൻ കാത്തിരുന്നിട്ട് എന്റെ ക്ഷമ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ. കാരണം താൻ പ്രതീക്ഷിച്ച സമയത്തും പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്നോ വെച്ചിരുന്ന ഒരു സാഹചര്യങ്ങളും സമയങ്ങളും ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് തന്റെ ജീവിതത്തിലുള്ളത്. നമ്മളും ഈ 2025 പ്രാരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 2024 അവസാന സമയത്ത് നമ്മൾ ചിന്തിച്ചു, കർത്താവെ 2024 ഞാൻ പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, എനിക്ക് വ്യക്തമായി മറുപടി ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ, ഞാൻ മറുപടി ലഭിക്കുമെന്ന് ചിന്തിച്ച വിഷയങ്ങൾ എനിക്ക് ലഭിച്ചില്ല. പക്ഷെ ഞാൻ 2025 പ്രവേശിക്കുമ്പോൾ എന്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്നോടുള്ള ദൈവത്തിന്റെ നിയമങ്ങളോ വാഗ്ദത്തങ്ങളോ എന്റെ ജീവിതത്തിൽ നിവർത്തിയാകുന്ന ഒരു വർഷമായി തീരണം. മാത്രമല്ല ഞാൻ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് ഒരു മറുപടി കിട്ടുന്ന വർഷമാകണം 2025. നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചു 2025 നമ്മുടെ ജീവിതത്തിൽ ചില വഴികൾ തുറക്കുന്ന വർഷമായിരിക്കും. 2025 നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്ന വർഷമായിരിക്കും. 2025 നമ്മുടെ കടഭാരങ്ങൾ മാറുന്ന വർഷമായിരിക്കും. 2025 നമ്മുടെ ശുശ്രൂഷയുടെ പുതിയൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വർഷമായിരിക്കും. പക്ഷേ ഈ 2025 അവസാന സമയത്ത് നമ്മൾ വന്നു നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കാതെ വന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കല്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെ മറുപടി ലഭിക്കാതെ നമ്മൾ ഒരുപക്ഷെ നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, കുഞ്ഞെ, നിന്റെ പദ്ധതികളെക്കാൾ അപ്പുറം ദൈവത്തിന് സകലത്തിനും ഒരു പദ്ധതിയുണ്ട്. നമ്മൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ നിന്റെ രക്ഷയെ, നിന്റെ പ്രവൃത്തിയെ ഞാൻ കാത്തിരുന്നു. സങ്കീർത്തന 40-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരിപ്പ് മടുപ്പുളവാക്കുന്നതാ, കാത്തിരിപ്പ് നിരാശയുളവാക്കുന്നതാ, കാത്തിരിപ്പ് ആത്മീയ വിരക്തി ഉളവാക്കുന്നതാ. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളോട് വിളിച്ചു പറയുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുമ്പോ അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുമ്പോ അത് വൈകുന്നുവെന്ന് കുഞ്ഞെ നിനക്കാ തോന്നുന്നത്, ദൈവത്തിന്റെ സമയത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് നിന്നെ മടുപ്പുളവാക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നുവെന്ന് തോന്നുന്നെങ്കിൽ, ആത്മാവിന് രാവിലെ സമയം നമ്മളോട് പറയുന്ന ഒരു
തൂത് കുഞ്ഞെ അത് വൈകുന്നില്ല, അത് വരും നിശ്ചയം. അവൻ നീ അതിനായി കത്തിരിക്ക. വരും നിശ്ചയം, വരും നിശ്ചയം, വരും നിശ്ചയം. ആത്മാവ് നമ്മളോട് അടിവരയിട്ട് പറയാ, വരും നിശ്ചയം. ദൈവം നമ്മളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവചന ശബ്ദമാകട്ടെ, വചനത്തിലൂടെയാകട്ടെ, ദർശനത്തിലൂടെയാകട്ടെ, സ്വപ്നത്തിലൂടെയാകട്ടെ, നമ്മെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, അവൻ നമ്മുടെ തലമുറയെ കുറിച്ച്, നമ്മുടെ സാമ്പത്തിക മേഖലകളെ കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച്, അവൻ എന്തായിക്കോട്ടെ, ദൈവം ഒരു അരുളപ്പാട് നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ആയുസ്സിൽ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ആത്മാവ് നമ്മളോട് പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുക, ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുകയാ. ആമേൻ. നമ്മൾക്കറിയാം, നമ്മൾക്ക് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്ന വളരെ പ്രയാസമുള്ള ഒരു കാര്യം, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ, നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരിക എന്ന് പറഞ്ഞാല് നമ്മള് ഉച്ചക്കത്തേക്കാ വരുന്നതെങ്കിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കി തയ്യാറായി കാത്തിരിക്കുകയാണെന്ന് വെച്ചോ. വരുന്ന ഗസ്റ്റിനെ നമ്മൾ കാത്തിരുന്നു, വേഗത്തിൽ നമ്മുടെ പണികളൊക്കെ തീർത്തു, നമ്മൾ കാത്തിരിക്കുക. ഇനി അവര് 1 മണിക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. 1 മണിക്ക് വന്നില്ല, 1:30 വന്നില്ല, 2 വന്നില്ല, 3 വന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഉണ്ടാകും? ദേഷ്യം വരും. ആദ്യം നമുക്ക് വിളിച്ചു നോക്കി, ഇന്നത്തെ കാലത്താണ് നമ്മൾ വിളിച്ചു നോക്കി, നിങ്ങൾ എവിടെയായി? അപ്പൊ നമുക്ക് ഒരല്പം, പിന്നെ നമ്മുടെ വിശപ്പിന്റെ ആഴവും, നമ്മൾ ജസ്റ്റ് വന്നിട്ട് കഴിക്കാനിരിക്കുന്നതിന്റെ ചിന്തയുണ്ട്. അപ്പം അവർ വരാൻ വൈകുന്തോറും നമ്മുടെ വിശപ്പിന്റെ ആഴവും ഇതെല്ലാം കൊണ്ട് നമ്മൾ വരുമ്പോ ആ ഗസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കുന്നത്? നമ്മുടെ മാനസികാവസ്ഥ ഓർത്ത് നോക്കിക്കേ. അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ സന്തോഷം അവർ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞു പോയി എന്നുള്ളതാ. നമ്മുടെ ഈ കാത്തിരിപ്പ് എല്ലാ മനുഷ്യർക്കും മടുപ്പുളവാക്കും, എല്ലാ മനുഷ്യരെ അക്ഷമയുള്ളവരാക്കും, അവരെ ക്ഷമയെ കെടുത്തിക്കളയോ, അവരെ സഹനത്തെ കെടുത്തിക്കളയുന്ന ഒന്നാ, അവരെ നിരാശ ഉളവാക്കുന്ന ഒന്നാ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ വായിക്കുന്ന താഴെഭാഗത്ത്, എങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ഞാൻ എത്ര കാത്തിരിക്കേണ്ടി വന്നാലോ ദൈവം തന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് അത് പറയുന്നത്. നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം എന്റെ അവസ്ഥ എത്ര പരിതാപകരമാണെങ്കിലും എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് എനിക്കറിയാമെന്നുള്ളത് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. പ്രൈസ് ടു ജീസസ്. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, ഞാന് നിന്റെ വാഗ്ദാനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ചാൽ, ഞാൻ ഈ നിന്റെ വാഗ്ദാനം, തൊട്ട് താഴെ ഭാഗത്തും അത് തന്നെ പറയുന്നുണ്ട്, എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് സൂക്ഷിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരും. പക്ഷെ എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ചാൽ, എപ്പോൾ നീ എന്റെ വിഷയത്തിനകത്തൊന്ന് ഇടപെടും, എപ്പോൾ എന്റെ വീടിനകത്ത് വിഷയത്തിനകത്ത്, എന്റെ സാമ്പത്തിക വിഷയങ്ങൾക്കകത്ത്, എന്റെ ആത്മീയ വിഷയങ്ങൾക്കകത്ത്, എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് എപ്പോൾ ഞാൻ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണുമെന്ന് വെച്ച് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. തൊട്ട് താഴെ ഭാഗത്ത് പറയുന്നു, എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവെ, എനിക്കൊരു പുതിയ വാഗ്ദത്തം തരണമേ എന്നല്ല സങ്കീർത്തനക്കാർ ഇവിടെ പറയുന്നത്. എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം എനിക്കൊന്ന് കാണണം. എന്നോട് നാളുകൾക്ക് മുൻപ് അങ്ങ് അരുളി ചെയ്ത അരുളപ്പാടുകളുടെ നിവർത്തീകരണം എനിക്കൊന്ന് കാണണം. നമ്മളിൽ പലരും ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടവരാ, ഒരുപാട് അരുളപ്പാടുകൾ കേട്ടവരാ. നമ്മെ കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, തലമുറയെ കുറിച്ചൊക്കെ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടു. വാഗ്ദത്തങ്ങളുടെ കുറവുകളൊന്നും നമുക്കില്ല. പ്രവചന ശബ്ദങ്ങൾ ഒത്തിരി നമ്മൾ കേട്ടു. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് നിവർത്തിയായി വരുന്നില്ല. ഇന്നും ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുക. നമ്മളപ്പം ദൈവത്തോട് പറയാം, കർത്താവ്, ഞാൻ കേട്ട അരുളപ്പാടുകളൊക്കെ ശരിയായിരുന്നോ, എന്നോട് അങ്ങ് സംസാരിച്ചതൊക്കെ ശരിയായിരുന്നോ എന്നൊക്കെയോ നമ്മളിങ്ങനെ ദൈവത്തോട് ചോദിക്കുക. സങ്കീർത്തനക്കാരൻ അത് തന്നെ പറയാ, എനിക്ക് പുതിയൊരു വാഗ്ദത്തമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ എന്നോട് എന്തെങ്കിലും ഒന്ന് അരുളി ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ള അങ്ങയുടെ അരുളപ്പാടുകൾ, അങ്ങ് അരുളി ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങൾ, അതിനെന്തേ വൈകുന്നത് എന്നാ ചോദിക്കുന്നത്. അതിനകത്തൊരു ഇടപെടൽ ദൈവമേ ചെയ്യണമെന്നാ പറയുന്നത്. ഈ അബ്രഹാം, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ അബ്രഹാം, നമ്മൾ പറയാറുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന്റെ 75-ാമത്തെ വയസ്സിൽ ദൈവം അവനൊരു അള്ളപ്പാട് കൊടുക്കുക, ഞാൻ നിനക്ക് ഒരു തലമുറയെ തരും. അതിനുശേഷം ഇസ്മായിലൊക്കെ ജനിക്കുന്നുണ്ട്. പക്ഷെ അബ്രഹാം, ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അബ്രഹാം ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, എന്റെ മുൻപിൽ ഈ എല്ലാ ജീവിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, അബ്രഹാം നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാ. താൻ പല പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവെ, നീയാ പറഞ്ഞത് എനിക്കൊരു തലമുറയെ തരാമെന്ന്. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു.
അവൻ എന്നിട്ടും എന്തേ തലമുറയെ ലഭിക്കാത്തത്? എന്താ വൈകുന്നത് ദൈവം പ്രവർത്തിക്കാൻ? അങ്ങല്ലേ പറഞ്ഞത്, ഒരു മനുഷ്യരും അല്ലല്ലോ പറഞ്ഞത്. അങ്ങല്ലേ എന്നോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശൂന്യതയെ മാറ്റിത്തരാമെന്ന. ഞാൻ നിനക്ക് എന്താണോ നിന്റെ ജീവിതത്തിൽ കുറവായിരിക്കുന്നത് അതിനെ ഞാൻ പരിഹരിച്ചു തരാമെന്ന് അവിടുന്ന് തന്നെയാണല്ലോ എന്നോട് അരുളി ചെയ്തത്. എന്നിട്ടും എന്തേ ദൈവമേ വൈകുന്നത് എന്ന് ചോദിച്ച് ഒരുപാട് സന്ദർഭങ്ങൾ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു കാണും. അവസാനം 99-ാമത്തെ വയസ്സിൽ ആ അരുളപ്പാട് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചെന്ന. കാരണം തന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയി. ഇനി ഒരു സാധ്യതയില്ല. കാരണം തന്റെ പ്രായം അങ്ങനെയാണ്, തനിക്ക് പ്രായം ചെന്നുപോയി, കാലമൊക്കെ കഴിഞ്ഞു പോയി, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയി. പക്ഷെ ദൈവം പറയാ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതിരിക്കത്തില്ല. കാലം എത്ര വൈകിയാലോ ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ദൂത് രാവിലെ ദൈവം നമ്മളോട് പറയുന്ന ഒരു ദൂത്. നമുക്കാണ് കാലം വൈകി എന്ന് തോന്നുന്നത്, പ്രായം കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നത്, സമയമൊക്കെ കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നത്. ദൈവത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല. സക്കറിയാവിനോട് യഹോവയുടെ ദൂതൻ വെളിപ്പെട്ട് വന്നിട്ട് പറയുന്നു, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വയസ്സ് ചെന്ന സക്കറിയാവിന്റെ അടുക്കൽ ചെന്നിട്ട് ദൂതൻ വിളിച്ചു പറയാ, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളുകളെ നീ പ്രാർത്ഥിക്കുന്ന, നാളുകളെ നീ ദൈവത്തിൽ ജാഗരിക്കുന്ന, നിന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തിനകത്ത് കുറവായി നിൽക്കുന്ന, നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യതയായി നിൽക്കുന്ന ആ വിഷയത്തിനകത്ത് ഉത്തരമായി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണെന്നാണ് യഹോവയുടെ ദൂതൻ പറയുന്നത്. ഇന്ന് രാവിലെ ആത്മാവ് നമ്മളോട് പറയുക, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതിനകത്ത് ഗ്രേസി എബ്രഹാം അടൂര് ആത്മാവ് അച്ഛനോട് വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. നാളുകളായി ഞരങ്ങുന്ന, പ്രാർത്ഥിക്കുന്ന, എന്തേ ദൈവപ്രവൃത്തിക്ക് വൈകുന്നു എന്ന് ചിന്തിക്കുന്ന, കാത്തിരിപ്പ് മടുപ്പുളവാക്കുന്നത് പോലെ വിഷയങ്ങളുടെ ആഴങ്ങൾ എന്തേ ദൈവം ഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ആത്മാവിനോട് വിളിച്ചു പറയുന്നു, കാലങ്ങൾ അതിന് അധികം വൈകുന്നതിന് മുൻപ് എന്റെ പ്രവൃത്തിയുടെ മഹത്വം കുടുംബത്തിനകത്ത് ഇറക്കി വരുത്തി എന്റെ ജനത്തെ ഞാൻ വിടുവിച്ചെടുക്കുന്ന ദൈവമെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, കാലം എത്ര വൈകിയാലോ ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലോ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന്, അതിന്റെ വാക്കിന് മാറ്റം വരത്തില്ല. ആത്മാവ് പറയുന്നു, അധികം താമസമില്ല ചില ദൈവപ്രവർത്തികൾ നാളുകൾ കൊണ്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്ന, നാളുകൾ കൊണ്ട് വിട്ടുതരത്തിൽ നിന്ന് വാദിച്ചു വെച്ചിരിക്കുന്ന, നിന്റെ അവകാശത്തിന്റെ മേൽ ആധിപത്യം പുലർത്തി നിൽക്കുന്ന ചില ശത്രുവിന്റെ ആധിപത്യങ്ങളെ ഞാൻ വെട്ടിമാറ്റി. അർച്ചന റകമന ഘടകജൽ കക്ഷര ചില സ്വാതന്ത്ര്യം നിന്റെ വീടിനകത്ത് അൽഖന റകക്ഷ, അത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ വരുത്തി ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമെന്ന് ആത്മാവ് വിളിച്ചു പറയുക. ആത്മാവ് പറയുന്നു, നമുക്ക് തോന്നും എന്റെ പ്രായം കഴിഞ്ഞുപോയി, എന്റെ സമയമൊക്കെ ഒത്തിരി വൈകിപ്പോയി, ഇനി എന്താ ചെയ്യുന്നത്? ഇനി കർത്താവിന്റെ നാമത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് എനിക്ക് അതിന്റെ ഒരു സമയമൊക്കെ ഇപ്പൊക്കെയാണെങ്കിൽ കർത്താവ് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, കർത്താവ് കുറച്ചുകൂടെ ഒക്കെ യൗവനകാലമായിരുന്നെങ്കിൽ പോകാനും ഓടാനും വരാനും ഒക്കെ കഴിയുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ലോകപ്രകാരമുള്ള എല്ലാ രോഗങ്ങളും ഒക്കെ പിടിക്കപ്പെട്ടു. ശാരീരികമായൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എവിടേക്കാ അപ്പൊ ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവന്റെ ശക്തി പുതുകി വരുമെന്നേ. അവന്റെ പുറമെയുള്ള മനുഷ്യരെ ക്ഷയം വരുന്നത് അകമയുള്ളവൻ നാൾക്കുനാൾ അത് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കാലേബിനെ കുറിച്ച് പറയുമ്പോഴേ കാലേബ് പറയുന്ന ഒരു കാര്യമുണ്ട്, യോശുവയോട് വന്ന് പറയുന്ന ഒരു കാര്യം, പണ്ടത്തെ പോലെ എനിക്ക് ഇന്നോ പോകുവാനും വരുവാനുമുള്ള കരുത്തുണ്ടെന്ന് മാത്രമല്ല, പടവെട്ടാൻ എനിക്ക് അതായി ഒത്തിരി ഇഷ്ടപ്പെട്ടത്. യോശുവ പറയാ, പടവെട്ടാൻ ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുക, നമുക്ക് എത്ര പേർക്ക് പടവെട്ടാനുള്ള കരുത്തുണ്ട്? പഴയതുപോലെ ആത്മാവിൽ പോരാടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആത്മാവിൽ കരുത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശരീരത്തിന്റെ ബലഹീനത നമ്മുടെ അകത്തെ മനുഷ്യനിൽ വ്യാപിക്കുന്നുണ്ടോ? നമ്മുടെ നാൾക്കുനാൾ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലോ അകമെയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നുണ്ടോ?
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നില്ലേ, വാർദ്ധക്യത്തിലും അവർ ബലം കഴിച്ചു കൊണ്ടിരിക്കുക, അവർ പച്ച പിടിച്ച് പുഷ്ടി വെച്ച് വിരിക്കുക. ആരാ പച്ച പിടിച്ച് പുഷ്ടി വെച്ച് വിരിക്കുന്നത്? വയസ്സൊത്തിരി ചെന്നു, ഇനി എനിക്ക് ആരോഗ്യമില്ലെന്ന് പറയുമ്പോഴോ അകത്തുള്ള മനുഷ്യൻ പറയണോ, ഇപ്പോഴും ഞാൻ പച്ച പിടിച്ചിരിക്കുകയാ, ഇപ്പോഴും എനിക്ക് പുഷ്ടിയുണ്ട്, ഇപ്പോഴും എനിക്ക് ആരോഗ്യമുണ്ട്, ഇപ്പോഴും എനിക്ക് കരുത്തുണ്ട്. എന്തിനാണെന്നറിയാമോ? എന്റെ വീടിന് നേരെ വരുന്ന ശത്രുവിനോട് പൊരുതാൻ, എന്റെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകാൻ വരുന്ന ശത്രുവിനോട് പൊരുതാൻ, അവ ചിലത് കൽപ്പിക്കാൻ, അവ ചിലതിനോട് അടങ്ങെന്ന് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിലായിരിക്കുന്നത്. ആമേൻ. നമുക്ക് എത്ര പേർക്ക് അധികാരമുണ്ട്? ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആമേ സാഹചര്യങ്ങൾ നിമിത്തം, ആമേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നിമിത്തം, മനുഷ്യരുടെ ഇടപെടലുകൾ നിമിത്തം, ആമേൻ വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുത്തിയ മുറിവുകൾ നിമിത്തം, നമ്മുടെ ആത്മീയ ജീവിതം എവിടെ ഇരിക്കുന്നത്? ആത്മാവിനെ എങ്ങനെ തന്നെ ഓർപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ആമേൻ പലപ്പോഴും മറ്റൊരാളുടെ കരത്തിലായിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അവനിനെ ഞാൻ പറയാം, നമ്മളിപ്പം പ്രാർത്ഥിക്കുക, കർത്താവേ, അവൻ ഇന്ന് നമ്മൾ പ്രസംഗമൊക്കെ കേട്ടു. ഞാൻ ഈ രാവിലെ സമയം ഇന്ന് നമ്മൾ തീരുമാനം എടുക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അവൻ ഒത്തിരി തീരുമാനങ്ങൾ ഇങ്ങനെ നമ്മൾ എടുത്തത്. അപ്പം നമ്മൾ പറയാ, കർത്താവ്, ഞാൻ ഞായറാഴ്ച ചർച്ചയിൽ ചെല്ലുമ്പോൾ ഇന്ന് മുതൽ ഞാൻ ആത്മാവിലങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. അപ്പം നമ്മൾ ഇന്ന് മുതൽ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും നമ്മളങ്ങ് വിചാരിച്ചോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് 6-7 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവും. നമ്മൾ അങ്ങോട്ട് പോയപ്പോ പ്രാർത്ഥിക്കാൻ ആത്മാവ് നമ്മളെ അങ്ങ് പ്രേരിപ്പിക്കുക. അപ്പൊ നമ്മൾ 7 മണിക്ക് പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ പോരാടി നമ്മളങ്ങ് പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ സമയമൊക്കെ പോയതറിഞ്ഞില്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ അച്ചായന്, ഇന്നത്തെ കുറെ അച്ചായൻ അമ്മമാരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എക്സാമ്പിൾ പറയാം. അച്ചായൻ പറഞ്ഞു, ആമേൻ, ഇതെന്തൊരു പ്രാർത്ഥനയാ, വിശക്കുന്നെന്ന് അറിയത്തില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് അറിയത്തില്ല. നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്നൊക്കെ നമ്മൾ പറയുന്ന ഉടനെ നമ്മൾ എന്തോ പറയുന്നത്? കർത്താവെ സ്വോത്രം എന്ന് പറയോ? സ്വോത്രം എന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മുടെ എല്ലാ ആത്മീയവും അവിടെ കൊണ്ട് തീർന്നു, നമ്മുടെ പ്രാർത്ഥനയും തീർന്നു. അടുത്ത ദിവസം നമ്മൾ ആരും പ്രാർത്ഥിക്കത്തില്ല. കാരണം ഇനി നമ്മൾ സഭയിലോട്ട് ചെല്ലട്ടെ, നമ്മൾ ഉണർവൊക്കെ അങ്ങോട്ട് നമ്മുടെ ഉള്ളിനകത്തങ്ങ് കത്തിയ കത്തലം കൊണ്ട് നമ്മൾ ആരാധനയ്ക്കില്ല. അവിടെ ചെന്നപ്പോ ഒരിക്കലും ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ പറഞ്ഞൊരു കാര്യമാണ്, ഭയങ്കര തീപ്പൊരി ആരാധന അങ്ങോട്ട് വെളിപ്പെട്ടപ്പോ നമ്മൾ ഇടം പറന്ന്. പണ്ടൊക്കെ പ്രാർത്ഥിക്കായിരുന്നു, ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. എന്റെ ചെറിയ പ്രായത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വാതി, കർത്താവെ, ഇടം മറന്ന് ദൈവത്തെ ആരാധിക്കണം. ഇടം മറന്ന്. ഇപ്പൊ നമ്മൾ ഇടമൊന്നും മറക്കാറില്ല. അപ്പൊ ഇടം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. അപ്പൊ നമ്മളെ ഇടമോ സ്ഥലമോ സമയമോ സാഹചര്യമോ നമ്മൾ നിൽക്കുന്ന ഇടമോ ഒക്കെ മറന്ന് നമ്മളെ ദൈവത്തെ അങ്ങ് ആരാധിച്ചു, വായൊക്കെ തോർന്ന്. കാരണം നമ്മുടെ ഉള്ളിലെ കത്തിയ കത്തല ദൈവത്തെ നമുക്ക് ഒരു ആവേശം അങ്ങോട്ട് കയറിയിട്ട് നമ്മളങ്ങ് ആരാധിച്ച് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരു വ്യക്തി ചോദിച്ചു, ഇത്രയൊക്കെ സൗണ്ട് വെക്കേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടെ ഒക്കെ ശാന്തമായിട്ട് ദൈവത്തിന് പൊട്ടുവല്ലോ ഉണ്ടോ? അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയുന്നേ? ഒരു സഹോദരി എന്നോട് പറഞ്ഞതാ, ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ അപ്പൊ തന്നെ പാസ്റ്ററെ വിളിച്ചു. ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സഹോദരി എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി സഭയിലോട്ടില്ല, അടുത്ത ദിവസം വാ തുറക്കോ. അടുത്ത ദിവസം സഭയിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ മസിൽ പിടിച്ചങ്ങ് ഇരിക്കും. നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ ചോദിക്കണേ, എന്തോ പറ്റി അമ്മാമേ, എന്തു പറ്റി? പിന്നെ നമ്മൾ ആ പ്രശ്നപരിഹാരത്തിന് നടക്കുന്ന പാടൊക്കെ ഓർത്ത എന്റെ കർത്താവെ, സഭാശുശ്രൂഷ ചെയ്യുന്നവർക്കൊക്കെ അതിന്റെ ബുദ്ധിമുട്ടറിയാം. നമ്മുടെ ആത്മീയം ഇത്രയൊക്കെ ഉള്ളന്നേ, ഇതുവരെയൊക്കെ നമ്മൾ വളർന്നിട്ടുള്ളെന്നുള്ളതാ വാസ്തവം. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയ ദൃഷ്ടികൾക്ക് പ്രകാശനം വന്നിട്ടില്ല. നമ്മൾ ആരെങ്കിലും ചിന്തിക്കോ, എന്റെ പ്രാർത്ഥനയെ തടയാൻ, എന്റെ ആരാധനയെ തടയാൻ ആ വ്യക്തിയല്ല, ആ വ്യക്തിയിലൂടെ വ്യാപരിച്ച ഒരു ദുരാത്മാവ്, ഒരു ദുഷ്ടപിശാചിന്റെ വ്യാപാരമുണ്ട്. ഞാൻ അതിനോടാണ് പോരാടേണ്ടത്, അല്ലാതെ ആ വ്യക്തിയോടല്ല ഞാൻ പോരാടേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എത്ര പേരെ പോരാടുന്നത്? ഇല്ലവേ ഇല്ല. നമ്മുടെ ആത്മീയമൊക്കെ മറ്റൊരാളുടെ ഇടപെടലിനകത്തായിരിക്കുന്നത്. ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുന്നു, ഇതിനകത്ത് സംബന്ധിക്കുന്ന ആരുടെയോ ഹൃദയത്തിനകത്ത് മറ്റുള്ളവർ വരുത്തിയ മുറിവുകൾ നിമിത്തം, വാക്കുകളുടെ മുറിവുകൾ നിമിത്തം സ്വയം ഒതുങ്ങിപ്പോയി ദൈവം ഏൽപ്പിച്ച താലന്തുകളോ, ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങളോ വേണ്ടും പോലെ ജ്വലിപ്പിക്കാൻ കഴിയാതെ അതിനെ ഇങ്ങനെ അടച്ചു വെച്ച് വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ അടച്ചു വെക്കുന്നത് പോലെ കത്തിയ വിളക്ക് പ്രകാശം പരത്തേണ്ടതിന് വേണ്ടും പോലെ പരത്താൻ കഴിയാതെ അതിനെ മൂടി വെച്ചിട്ട് ഇരിക്കുന്ന അനുഭവങ്ങളെ ആത്മാവ് കാണുക. ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, ഈ ദിവസങ്ങൾ നീ ഒന്ന് പുറത്തു വരണം. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടേ, ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. ദൈവത്തിന്റെ വചനത്തിൽ എവിടെയെങ്കിലും ആരെയെങ്കിലും ദൈവത്തിന് വേണ്ടി നിന്ന ഒരാളെയെങ്കിലും
ഒരാൾ പ്രോത്സാഹിപ്പിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഞാനൊക്കെ ദൈവവചനം സൂക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്തെ സഹോദരിമാരൊന്നും അത്ര ദൈവവചനം സൂക്ഷിക്കുക, ഇന്ന് ഒരുപാട് സഹോദരിമാർ ദൈവവചനം സൂക്ഷിക്കുന്നുണ്ട്, അത്രയ്ക്കൊന്നും വന്നൊരു കാലമല്ല. ഒരിക്കലും ഒരാൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുന്ന എത്രയോ വാക്കുകൾ കേട്ടു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും നല്ല മോട്ടിവേഷൻ സ്പീക്കർ നമ്മൾ തന്നെ ആകണം, നമ്മളോട് പറയണം. ആമേൻ. ദാവീദ് ഗോലിയാത്തിനോട് പടവെട്ടാൻ ചെന്ന് നിൽക്കുമ്പോ ആമേൻ ആദ്യം അവന്റെ സഹോദരൻ പറഞ്ഞു, നീ എന്തോത്തിനാ ഇവിടെ വന്നത്? ഒന്നാമത്തെ നിരുത്സാഹം സ്വന്തം വീട്ടിൽ നിന്നാ വന്നത്. രണ്ടാമത് അങ്ങോട്ട് ചെന്നപ്പോ ശൗല് പറഞ്ഞു, നിനക്കിതിന് കരുത്തില്ല, നീ പോകണ്ടെന്ന്. മൂന്നാമത് അവിടോട്ട് ചെന്നപ്പോ നീ മുന്നിൽ ഇരിക്കുന്ന ഗോലിയാത്ത് പറഞ്ഞു, നീ എന്തോ വിചാരിച്ച് എന്റെ നേരെ വരുന്നത്? ഒരാളെങ്കിലും ദാവീദിനെ പ്രോത്സാഹിപ്പിച്ചത് അവിടെ ഉണ്ടോ? നീ ചെല്ലു മോനെ, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ. വിജയം കിട്ടിയപ്പോ കൈയടിച്ചു നൃത്തം ചെയ്തു. പക്ഷെ അതുവരെ എത്തപ്പെടാൻ ദാവീദ് തന്നോട് തന്നെ പറഞ്ഞു, തന്റെ ഉള്ളിലുള്ള അഭിഷേകം തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീ പോക, പൊരുത്, പടവെട്ട്, വിടുതലുണ്ട്. നമ്മളോട് തന്നെ പറയണോ? ശത്രുവിനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ ഒരാൾ പോലും നിന്നെ പ്രോത്സാഹിപ്പിക്കത്തില്ല, ഒരാൾ പോലും നിന്റെ കൂടെ ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ ദർശനം നൽകിയ ദൈവമാണെങ്കിൽ, മുന്നോട്ട് പോകാൻ കൽപ്പിച്ച ദൈവമാണെങ്കിൽ, തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി നീ കരുത്തോടെ മുന്നോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പറയുന്ന ഒരു കാര്യം, ഒരു ശുശ്രൂഷയ്ക്കും ഒരാൾ പോലും നമ്മളെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, അവനവന്റെ വഴി അവനവൻ തന്നെ വെട്ടണം. ഒരാളും വെട്ടിയ വഴിയിലൂടെ നമുക്ക് നടക്കാമെന്ന് ചിന്തിച്ചാൽ ഇല്ലവേ കുഞ്ഞേ, ഇല്ല. നിന്റെ വഴി നീ തന്നെ വെട്ടണോ. അതിന് അധ്വാനം ആവശ്യമുണ്ട്, സഹനം ആവശ്യമുണ്ട്, ക്ഷമ ആവശ്യമുണ്ട്, വിട്ടുവീഴ്ച ആവശ്യമുണ്ട്, പരിഹാസങ്ങളെ ജയിക്കാനുള്ള കരുത്ത് ആവശ്യമുണ്ട്. ഇതൊക്കെ നീ പ്രാപിക്കണം ദൈവസേനയുടെ, എന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ആത്മാവ് നമ്മളോട് ദൂത വിളിച്ചു പറയുന്ന ഒരു ദൂത. ഞാൻ വേഗം വചനത്തിലേക്ക് വരാം. അവിടെ പറയുക, കർത്താവേ, എന്നോട് അരുളി ചെയ്ത അരുളപ്പാടുകളൊക്കെ ഒരു നിവർത്തീകരണത്തിന് ഞാൻ ദൈവസന്നിധി അടുത്തു വരിക കർത്താവ് എന്ന്. എന്നിട്ട് പറയാ, ഞാന് പുകയത്ത് വെച്ചൊരു തുരുത്തി പോലെ. പുകയത്ത് വെച്ച തുരുത്തി. എന്താ ഈ പുകയത്ത് വെച്ച തുരുത്തി? സങ്കീർത്തനക്കാരന് തന്നെ കാണുക. ഈ തുരുത്തി ഉണ്ടാക്കുന്നത് നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയും. തുരുത്തി അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹാഗാർ, അതിന് അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്തു വെച്ചു. തുരുത്തി എന്ന് ഞാനത് ഒന്ന് കർത്താവ് പറയുന്നുണ്ട്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകരാറുള്ളൂ. പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന യാഹേല് തുരുത്തി തുറന്നവന് പാൽ കുടിപ്പാൻ കൊടുത്തു. അപ്പൊ തുരുത്തി എന്ന് പറയുന്നത് അവൻ വെള്ളം, പാല്, എണ്ണ, വീഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പകർന്നു വെക്കാനുള്ള ഒരു ഉപകരണം. ഇന്നത്തെ ബോട്ടിലിന്റെ ഉപയോഗം. പക്ഷെ പഴയ കാലത്ത് ഈ ബോട്ടിലൊന്നും ഇല്ല. ഈ തുരുത്തിക്കകത്ത് ഇത് ഉണ്ടാക്കി വെക്കുന്നത്, ഈ തുരുത്തിക്കകത്ത് ഒഴിച്ചു വെക്കുന്നത്. അപ്പൊ ഈ തുരുത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ മൃഗത്തിന്റെ തോലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെ എന്ന് പറയാനൊരു കാരണം, സങ്കീർത്തനക്കാരൻ പുകയത്ത് വെച്ച തുരുത്തിയെ നോക്കിയപ്പം ഈ തോല് ഈ ഉണ്ടാക്കുന്ന മനുഷ്യൻ കൊണ്ടുവന്ന് വെയിലത്തിടും. പിന്നെ അതിന്റെ രോമങ്ങളൊക്കെ കളയും. അതിന് ഒത്തിരി പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടാണ് തുരുത്തി ഉണ്ടായി വരുന്നത്. ഈ തുരുത്തി ഉണ്ടാക്കിയിട്ടും ഈ തുരുത്തി കൊണ്ടുവന്ന് വീഞ്ഞ് ഒഴിച്ചു വെക്കത്തില്ല, അല്ലെങ്കിൽ എണ്ണയോ ദ്രാവകങ്ങളോ അതിനകത്ത് പകർന്നു വെക്കത്തില്ല. കാരണം അതുകൊണ്ട് കർത്താവ് പറഞ്ഞ തുരുത്തി പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞത്. കാരണം ഇത് ഇരിക്കും തോറും ഇത് ചുരുങ്ങും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒഴിച്ചു വെച്ചാൽ ഈ തുരുത്തി ചുരുങ്ങും തോറും ഇതിനകത്ത് ഒഴിച്ചു വെച്ച സാധനം അതിൽ കൊള്ളാൻ പറ്റാതെ, അതുകൊണ്ട് അത് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന യജമാനൻ അതിനെ ഉണ്ടാക്കി കഴിഞ്ഞ് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും കുറെ നാൾ ഇത് പുകയത്ത് വെക്കും. നമുക്കറിയാം, ഈ റബ്ബർ ഷീറ്റ് ഒക്കെ പുകയത്ത് ഇടുന്ന ആൾക്കാരുണ്ടില്ല, അത് അവിടെ കിടക്കുമ്പോൾ എന്തോ ചുരുങ്ങി അടിച്ചത് എത്രയാണ്? അല്ല, അത് ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. സങ്കീർത്തനക്കാരൻ അങ്ങോട്ട് നോക്കിയപ്പോ പുകയത്തിരിക്കുന്ന ഒരു തുരുത്തി താൻ കണ്ടു. താൻ നോക്കുമ്പോൾ ആ തുരുത്തിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, ആ തുരുത്തിയുടെ ആരോഗ്യം ക്ഷയിച്ചു. താൻ ചിന്തിക്കുകയാ, ആ തുരുത്തിക്ക് അതിന്റെ ബലം നശിച്ചു പോയി. ആ പുകയത്തിരിക്കുന്ന തുരുത്തി എത്ര നാൾ കൊണ്ട് അവിടെ ഇരിക്കാം? മനുഷ്യന് നോക്കുമ്പോൾ അതിന് സൗന്ദര്യമില്ല, അതിന് ഒരു കഴിവുമില്ല, ഇനി അത് ഉപയോഗശൂന്യമാണ്. അതുപോലെ എന്ന് വെച്ചാൽ ഇനി ആർക്കും ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവായി അത് മാറിയതുപോലെ ഞാൻ ആയി പോകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, പുകയത്തിരിക്കുന്ന തുരുത്തി അവിടെ ഇരിക്കും തോറും അത് ചുരുങ്ങി കൂടുതൽ കരുത്തുള്ളതാക്കുന്നത് പോലെ ദൈവം നമ്മളെ കടത്തിവിടുന്ന വഴികൾ, ദൈവം നമ്മളെ കടത്തിവിടുന്ന ശോധനകൾ, ദൈവം നമ്മളെ കടത്തിവിടുന്ന കഷ്ടതകൾ, അത് നമ്മളെ തകർത്ത് കളവാനേ അല്ല. ഒരുപക്ഷെ മനുഷ്യർ നോക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി,
നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ കഴിവുകൾ ഇല്ലാതായി പോയി, നമ്മുടെ പ്രായം ഒത്തിരി കഴിഞ്ഞു പോയി എന്നൊക്കെ മനുഷ്യർക്ക് തോന്നിയാലോ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ഇല്ലവേ കുഞ്ഞേ, നിന്റെ അകത്തേയുള്ള മനുഷ്യൻ കൂടുതൽ കരുത്താകേണ്ടതിന്, കൂടുതൽ ബലമുള്ളതാകേണ്ടതിന് ദൈവം നിന്നെ കടത്തിവിടുന്ന വഴികളാണത് എന്നാ പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയാ, ഞാന് ആമേൻ ഈ പുകയത്ത് വെച്ച് തുരുത്തി പോലെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ആമേൻ എന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട്, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, എന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഇരിക്കുന്ന തുരുത്തിയെ പോലെ ഞാനെന്ന് സങ്കീർത്തനക്കാരൻ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നത്, അല്ല കുഞ്ഞേ, അല്ല. ഇവിടെ തൊട്ട് താഴെ ഭാഗത്തെ സങ്കീർത്തനക്കാരൻ പറയുക, എങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല. എങ്കിലും, കാരണം സങ്കീർത്തനക്കാരൻ പറയാ, നിന്റെ രക്ഷയെ ഞാൻ കാത്തു മൂർച്ഛിക്കുകയാ, നിന്റെ വാഗ്ദാനം, ദൈവം ചെയ്ത അരുളപ്പാടുകളെ നിവർത്തീകരണം ഞാൻ ഇന്ന് വരെ കണ്ടില്ല. ദൈവത്തിന്റെ ഒരു ആശ്വാസം, ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്റെ വിഷയത്തിനകത്ത് ഇതുവരെ വന്നില്ല. എന്റെ കണ്ണ് ദൈവമുഖത്തേക്ക് നോക്കി നോക്കി ഞാൻ ക്ഷീണിച്ചിരിക്കുകയാ. എന്താ കണ്ണ് ദൈവമുഖത്തേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നത്? സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്റെ വിഷയത്തിനകത്ത് ഉണ്ടാകുവോളം ഞാൻ ദൈവമുഖത്തേക്ക് തന്നെ നോക്കുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 77 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. കാരണം ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്റെ വിഷയത്തിനകത്ത് ഉണ്ടാകുന്നത് വരെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാകുന്നില്ല, എനിക്കൊരു സമാധാനം ഉണ്ടാകുന്നില്ല. ദൈവാത്മാവ് നമ്മളോട് ഇന്ന് രാവിലെ വിളിച്ചു പറയുന്ന ദൂത്, ഒരു പക്ഷേ ഇതുപോലെ ചില വിഷയങ്ങളകത്ത് വല്ലാതെ മുറിപ്പെട്ടും കരഞ്ഞും തകർന്നു, ഒറ്റപ്പെട്ടും അവഗണന സഹിച്ചും തള്ളപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടും ആരും മനസ്സിലാക്കാൻ കഴിയാതെ വേണം ശരീരം ക്ഷയിച്ചും ബലം ക്ഷയിച്ചു കരുത്ത് ചോർന്നു പോകുന്നു എന്ന് തോന്നുന്നത് പോലെ ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ മറുപടിയില്ലെന്ന് തോന്നി നിരാശയോടെ കഴിയുന്നുണ്ടെങ്കിൽ ആത്മാവ് ഈ സങ്കീർത്തന ഭാഗത്ത് നമ്മളോട് വിളിച്ചു പറയുക, എങ്കിലോ സകലതും എനിക്ക് പ്രതികൂലമാണെങ്കിലോ ഞാൻ നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അതിനർത്ഥം ഞാൻ ഇപ്പോഴും ദൈവവചനത്തിൽ ആശ്രയിക്കുകയാ, ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുകയാ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ ഞാൻ മുറുകെ പിടിക്കുകയാ, ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുന്നു, കാലം എത്ര വൈകി എന്ന് തോന്നിയാലും ദൈവത്തിന്റെ പ്രവൃത്തി വൈകത്തില്ല. നമുക്കറിയാം, ഈ ഹന്നായെ കുറിച്ച് നമ്മൾ കാണുമ്പോഴേ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൾ കരഞ്ഞു, വളരെ പട്ടിണി കിടന്നു. അവൾ ഈ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പ്രാവശ്യം അവൾ ദൈവാലയത്തിൽ പോയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം അവൾ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഏലി പുരോഹിതന് പോലും അവരെ തെറ്റിദ്ധരിച്ചു. കാരണം അവൾ കരഞ്ഞ് പട്ടിണി കിടന്ന് അവൾ വല്ലാത്തൊരവസ്ഥയിലായി പോയി. പക്ഷെ അവളുടെ പ്രതീക്ഷ അവൾ കൈവിട്ടില്ല കേട്ടോ, പ്രതീക്ഷ അവൾ കൈവിട്ടില്ല. നമ്മള് പ്രതീക്ഷ കൈവിടരുത്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ആത്മാവ് നിമ്മി ജോസ് ആത്മാവ് വിളിച്ചു പറയുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാ, അത് സമാപ്തിയിലേക്ക് വരുവാൻ അത് ബന്ധപ്പെടുക, അത് വൈകിയാലും വരും നിശ്ചയം. നീ അതിനായി കാത്തിരിക്ക, സമയം തെറ്റുകയുമില്ല. ആത്മാവ് വിളിച്ചു പറയുന്നു, കുഞ്ഞെ സമയം തെറ്റത്തില്ല കേട്ടോ, സമയം തെറ്റത്തില്ല. കയ്യിലെത്തിയെന്നും പ്രാപിച്ചുവെന്നും ചിന്തിച്ച ചില നന്മകൾ പെട്ടെന്ന് തട്ടിമാറ്റി പോകുന്നത് പോലെ, ശത്രു അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ, അടകം ധനം തന്നെ കള്ളൻ കവർന്നു കൊണ്ടുപോകുന്നത് പോലെ, അടകം ജനം നഷ്ടപ്പെട്ടു പോയ ചില മേഖലകളുടെ നടുവിൽ നീ വല്ലാതെ പതറി നിൽക്കുമ്പോ ഇന്ന് രാവിലെ ആത്മാവ് വിളിച്ചു പറയുന്നു, കാത്തിരിക്ക, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. അന്നായുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് അതന വിളിച്ചു പറയുന്ന ദൈവിക വചനം പോലെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, നിന്റെ മുഖത്തെ വാട്ടം മാറി. അതന റമനഘടക ദൈവിക തേജസ് കൊണ്ട് നിന്നെ നിറച്ച അതന റകനഘടക നിന്റെ മുഖത്തെ വാട്ടുന്ന അർത്ഥന നിന്റെ മുഖത്തെ ആമേ ക്ലേശിപ്പിക്കുന്ന, നിന്റെ തലയെ കുനിയിപ്പിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ചില ദൈവിക ഇടപെടലുകൾ നടക്കാൻ പോകുക. രഥനം സഖനിരികരി നിനക്ക് പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ
അതുനം ജനഘട്ടം വേരകം ധന റികത്തുന റസ്സേ അതനാ റഗനകടകിതഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്കവണ്ണം ദൈവിക മഹത്വം ഇറങ്ങാൻ പോകുന്നുവെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുക, ദൈവപ്രവൃത്തി ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാവിലെ സമയം ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ആമേൻ, ദൈവത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരാകണം. ഇവിടെ പറയുന്നു, ഞാൻ നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഹന്ന ദൈവാലയത്തിലേക്ക് പോയി വല്ലാതെ മുറിപ്പെട്ട നിൽക്കും. വാക്കൊന്നും പുറത്തേക്ക് വരുന്നില്ല, അവൾക്ക് വാക്കൊന്നും പുറത്തേക്ക് വരുന്നില്ല. ആ സമയത്ത് പ്രവാചകന് തോന്നിപ്പോയി, ആമൻ ഇവള് ലഹരി പിടിച്ചിരിക്കുകയാണെന്ന്. കാരണം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അവളുടെ ആ ശരീരത്തിന്റെ അവസ്ഥയും അവളുടെ വാക്കൊക്കെ പുറത്തോട്ട് വരാതിരിക്കുന്ന ആ സാഹചര്യവും ഒക്കെ കണ്ടപ്പം പുരോഹിതനങ്ങ് തോന്നിപ്പോകുക അവൾ ലഹരി പിടിച്ചിട്ടിരിക്കുകയാണെന്ന്. കാരണം അവൾ അത്ര കോലം കെട്ടൊരു സ്ത്രീ ആയി പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അതിനു മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ വളരെ കരഞ്ഞു, അവൾ പട്ടിണി കിടന്നു. അവളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ അവൾ കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്നു. വൈകുന്നുവെന്ന് തോന്നിയപ്പോ നിരാശ ഉണ്ടായിരുന്നല്ലോ പറയുന്നത്. പിന്നെയും അവൾ ദൈവാലയത്തിനകത്തേക്ക് പോയി, പിന്നെയും അവൾ ദൈവസന്നിധിയിൽ ചെന്നു. കാരണം അവൾക്കറിയാം, എന്റെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്റെ ദൈവത്തിന് മാത്രമാണെന്ന് അവൾക്കറിയാം. എന്നെ നിന്ന മാറ്റാൻ കഴിയുന്നത് എന്റെ ദൈവത്തിന് മാത്രമാണെന്ന് അവൾക്കറിയാം. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്നത് എന്റെ ദൈവത്തിന് മാത്രമാണെന്ന് അവൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം. ഹന്ന ദൈവത്തിൽ വിശ്വസിച്ചു, അവൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു. ആത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് വിളിച്ചു പറയുന്നത്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ, പൂർണ്ണമായി ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ടു ജീസസ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നതെങ്കിലും ഞാൻ നിന്റെ ചട്ടങ്ങളെ, നിന്റെ വചനങ്ങളെ ഞാൻ മറക്കുന്നില്ല. എന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധിയും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതല്ല എന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നില്ലേ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരാ? എന്തിനാ എന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുന്നത്? കഷ്ടതയ്ക്കാകട്ടെ, പട്ടിണിക്കാകട്ടെ, നഗ്നതയ്ക്കാകട്ടെ, ആപത്തിനാകട്ടെ, വാളിനാകട്ടെ, ഇപ്പോഴുള്ളതിനാകട്ടെ, വരുവാനുള്ളതിനാകട്ടെ, ഒരു സൃഷ്ടിക്കും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. കാരണം കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ച അപ്പോസ്തലൻ പൗലോസ്, ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ അപ്പോസ്തലൻ പൗലോസ്, എല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയ അപ്പോസ്തലൻ പൗലോസ്, കപ്പൽ അപ്പോസ്തലൻ പൗലോസ് അനുഭവിച്ച വ്യതകളുടെ ഒരു നീണ്ട കഥ തന്നെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. ഇതെല്ലാം താൻ അനുഭവിച്ചിട്ട് ഇതെല്ലാം തന്റെ ജീവിതത്തിൽ വന്നിട്ടോ അപ്പോസ്തലൻ പൗലോസ് പറയാം, ബഹു കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി പ്രാവശ്യം തടവിലാകേണ്ടി വന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു, അകത്തും പുറത്തും ഒരുപോലെ യുദ്ധം നേരിടേണ്ടി വന്നു. പക്ഷേ ഇതൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതായിരുന്നില്ല. ഇന്ന് രാവിലെ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയോ, കർത്താവേ, ജീവിതത്തിന് നേരെ വരുന്ന ഒരു കഷ്ടതയ്ക്കോ ഒരു പ്രതിസന്ധിക്കോ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുന്നതല്ല. നമുക്കൊരു ഉറപ്പ് ഈ രാവിലെ ഉണ്ടാകണം. ദൈവസന്നിധിയിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം, കർത്താവേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒരു ശക്തിക്ക് വേർപെടുത്താൻ കഴിയത്തില്ലെന്ന്. അത് പറയാൻ നമുക്ക് കഴിയണം. അപ്പോസ്തലൻ പൗലോസ് വേറെടുത്ത് 1-2 കൊരിന്ത്യർ 4:8 പറയുന്നുണ്ട്, വിശ്വാസി കഷ്ടം സഹിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്താ അതിനർത്ഥം? ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവൻ കാത്തിരിക്കുകയാ 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 ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. എന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് പറയുന്ന ഒരു ദൂത് ഇത് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ബലഹീനയായി പോകുന്നുണ്ടാകാം, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കാം, അനുകൂലമാകുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വൈകുന്നില്ല എന്ന്. ദൈവത്തിന്റെ പ്രവൃത്തി വൈകുന്നില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നില്ലേ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയെന്ന് സൈന്യങ്ങളുടെ കൂടെ ഉള്ളപ്പാട്. ആ വാക്യത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ അങ്ങനെ. പക്ഷേ
ഈ കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിനകത്തെ ആ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ എന്റെ മനസ്സിലുണ്ടെന്ന. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ എന്റെ മനസ്സിലുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രത്യാശ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു. നമ്മൾ വായിക്കുന്നത് ആ മലയാള പരിഭാഷ വായിക്കുന്നത്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. നമുക്ക് പറയാം, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. എന്റെ തലമുറയെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. എന്റെ കൂട്ടാളിയെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. എന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. എന്റെ കടഭാരം മാറാനുള്ള പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. നമുക്കൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, ദൈവത്തിന്റെ മനസ്സിൽ സകലത്തിന് പദ്ധതിയുണ്ട്. ഈ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ദൈവം അവരോട് പറയുന്ന ഒരു വാഗ്ദത്തം എന്താ? ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൊണ്ടുപോകാം. ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് പോകാനായിട്ടാണ് ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിക്കുന്നത്, ഇല്ലേ? അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ, തപ്പോടെ, നൃത്തത്തോടെ, ആനന്ദത്തോടൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ട് അവർ ആദ്യം വരുന്നത് എവിടെയാണെന്നറിയാം? ആദ്യം അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ചെങ്കടലിന്റെ മുൻപിലാണ്. നമ്മളവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വേദഭാഗം വായിക്കുമ്പോൾ യഹോവ അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവിടെ പാളയം ഇറങ്ങാൻ. യഹോവ കൽപ്പിച്ചു. അപ്പം അവരവിടെ പാളയം ഇറങ്ങിയപ്പം അവർ കാണുന്നത് ചെങ്കടല. അവരവിടെ വരാനാ കർത്താവ് പറയാം, ആ വഴി പോകാൻ പറഞ്ഞു. അവര് കർത്താവിന്റെ നിയോഗം അനുസരിച്ചാ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അവിടെ വന്നപ്പോ അവര് കാണുന്നത് എന്തുവാ? ചെങ്കടല. തിരിഞ്ഞു നോക്കിയപ്പോ ഫറവോന് സൈന്യം വരിക. ഈ ചെങ്കടലകത്തോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഒന്നാമത് പ്രതിസന്ധി എന്തായിരുന്നു? വാഗ്ദത്തം എന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. അത് മാത്രമേ കണ്ടോളൂ, ആ വാക്ക് മാത്രമേ അവർ കേട്ടോളൂ. പക്ഷേ ആദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചെങ്കടല. പിന്നെ അങ്ങോട്ട് പോയപ്പം ഭക്ഷണം ഇല്ല, വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല, കയ്പിന്റെ അനുഭവങ്ങൾ, പിന്നെ യുദ്ധങ്ങൾ. ഇതൊന്നും ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞില്ല. ഇസ്രായേൽ ജനത്തോട് പറയുന്ന വാഗ്ദത്തം പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം. ദൈവം നമ്മളോട് അരുളപ്പാടുകൾ നൽകുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ഒരു വാക്തമുണ്ട്. ചിലരോട് പറയാണ്ട്, ഞാൻ നിന്നെ ഇന്ന രാജ്യത്ത് കൊണ്ടുപോകും, ഇന്ന രാജ്യത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട ദൂത് എന്തുവാ? ഇന്ന രാജ്യത്ത്, ഞാൻ അമേരിക്ക പോലെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോയി. എന്തുവായി നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം? നമ്മൾ ഈ മഞ്ഞ് പെയ്യുന്ന രാജ്യവും സ്വപ്നം കണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ എന്ത് ചെയ്യുക? നമ്മൾ പരാജയപ്പെട്ട് പുറകോട്ട് പോകുക. ഈ അടുത്ത സമയത്ത് ഒരു മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു കുടുംബം, ദൈവദാസനും കുടുംബവുമാണ്. അദ്ദേഹത്തിന്റെ മകനോട് 3 പ്രവാചകന്മാർ ആവർത്തിച്ച് ദൂത് പറഞ്ഞു, നീ കാനഡയിൽ പഠിക്കാനായിട്ട് പോകും. ഈ അടുത്ത സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ കാനഡയിൽ പഠിക്കാനായിട്ട് പോകുമെന്ന് ദൂത് കേട്ടിട്ട് പയ്യൻ പോയി IELTS എക്സാം എഴുതി, തോറ്റുപോയി. 2ാം പ്രാവശ്യം എഴുതി, തോറ്റുപോയി. 3ാം പ്രാവശ്യം എഴുതി, തോറ്റുപോയി. അവന് സ്കോർ ലഭിക്കുന്നില്ല. ഇപ്പൊ അവനാണെങ്കിൽ വീടിനകത്ത് കയറി, റൂമിനകത്ത് കയറി കഥ അടച്ചിരിക്കും. അവൻ പറയുന്നത് പ്രവാചകന്മാരൊന്നും ശരിയല്ല, പാസ്റ്റർമാരൊന്നും ശരിയല്ല, എല്ലാരും കള്ളപ്രവാചകന്മാരാണ്. കാരണം എന്റെ മനസ്സിനകത്ത്, ഞാൻ കാനഡയിൽ പോണെന്ന് വിചാരിച്ചല്ല, പക്ഷെ എന്റെ മനസ്സിനകത്ത് എന്തോ ഇട്ടു, ഒരു പ്രതീക്ഷ ഇട്ടു, നീ കാനഡയിൽ പോകുമെന്ന്. ഇപ്പം ആ മാതാവ് പറഞ്ഞു, എന്റെ മോനെ നീ കാനഡയിൽ പോകുന്നൊന്നുമല്ല വലുത്, ദൈവത്തിൽ വിശ്വസിക്കുക, നീ ആരാധനയ്ക്ക് ചർച്ചയിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ടും അവന് ദൈവത്തിലും വിശ്വാസമില്ല, വചനത്തിലും വിശ്വാസമില്ല, പ്രാർത്ഥനയിലും വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അവൻ വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുക. ദൈവാത്മാവ് നമ്മളോട് പറയുന്ന ഒരു ദൂത് ദൈവം നമ്മളോട് പറഞ്ഞ കുഞ്ഞെ, നമുക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കാര്യങ്ങൾ, തടസ്സങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമല്ല, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമുക്ക് തടസ്സങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നേയില്ല, ചെല്ലുമ്പോഴേ എല്ലാം അനുകൂലമായിട്ട് കിട്ടണം. നമ്മൾ ഈ വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ഈ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഹാഗാർ ഇഷ്മായേലുമായിട്ട് ഈ മരുഭൂമി വരുന്ന ഒരു സന്ദർഭം ഇല്ലേ? മരുഭൂമി വരുമ്പോൾ ഹാഗാർ ചിന്തിച്ചു കാണും. അവിടെ വന്നപ്പോ അവിടെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമോ, അവൾക്കുള്ള വീട്ടിൽ അബ്രഹാം അത്ര ക്രൂരനായ മനുഷ്യനൊന്നും അല്ല കേട്ടോ. നമ്മൾ പറയാറുണ്ട്, അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് അവളെയും പൈതലിനെയും പുറത്താക്കി അവൾ എങ്ങോട്ട് പോകുന്ന അബ്രഹാം വിചാരിച്ചു. അങ്ങനൊന്നും അല്ല. അബ്രഹാമിന് ഒരു ചിന്തയുണ്ടായിരുന്നു. അവൾ ആ തുരുത്തിയിലെ വെള്ളം തീരുന്നതിന് മുൻപും ആ അപ്പം തീരുന്നതിന് മുൻപും അവളുടെ വീട്ടിൽ എത്തപ്പെടും. അവളുടെ വീട്ടിൽ എത്തപ്പെടാൻ അത്രേ ഉള്ളതാണ് അവൻ കൊടുത്തുവിട്ടത്. അപ്പം അങ്ങനെയാണ് അവൻ യാത്രയാക്കുന്നത്. ഈ യാത്രയാക്കിയ അപ്പം ഈ മരുഭൂമിയിലേക്ക് എത്തപ്പെടുമ്പം ഇവൾക്ക് സംഭവിച്ചു പോയത്, ഇവളുടെ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടു.
ഇവൾക്ക് അബ്രഹാമിന്റെ വീട്ടിൽ സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഒന്നിനും കുറവില്ല, ഇഷ്ടം പോലെ ഭക്ഷിക്കാൻ, ഇഷ്ടം പോലെ. കാരണം അത്ര ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ സമ്പന്നനായ മനുഷ്യന്റെ വീട്ടിലെ കൂലിക്ക് നിൽക്കുന്നത്. ഒന്നിനും ഒരു കുറവില്ലാത്ത വീടാ. ഇനി അബ്രഹാമിന് ഒരു മകനും കൂടെ ജന്മം കൊടുത്തപ്പം അവൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇസ്മായേലിന് എല്ലാ അവകാശങ്ങളും കിട്ടും, ഇനി തനിക്ക് ആ വീടിനകത്ത് പ്രത്യേകമായ ഒരു പദവിയുണ്ട്, ഒരിക്കലും ഇനി അബ്രഹാം തന്നെ ഉപേക്ഷിക്കത്തില്ലെന്നൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ, മനക്കോട്ടകൾ അവരുടെ മനസ്സിൽ വന്നു. പക്ഷേ ഒരു ദിവസം തന്റെ സകല സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോകുക. അബ്രഹാം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം, ദൈവം അബ്രഹാമിനോട് ഹാഗാർ അബ്രഹാമിനോട് ചോദിച്ചെന്നാ പറയുന്നത്. സാരയില്ല, ഹാഗാർ അബ്രഹാമിനോട് ചോദിച്ചെന്നാ പറയുന്നത്. ആമേൻ, ദൈവം നിന്നോട് വാസ്തവമായി കൽപ്പിച്ചോ എന്നെ കുഞ്ഞിനെ പുറത്താക്കാൻ? ആമേൻ, അബ്രഹാം ഹാഗാറിനോട് പറഞ്ഞു എന്നാ പറയുന്നത്, ദൈവം എന്നോട് കൽപ്പിച്ചു നിന്നെയും കുഞ്ഞിനെ പുറത്താക്കി കളയാൻ. അങ്ങനെ പറഞ്ഞ് അവളെ പുറത്താക്കുന്നത്. ആ സമയത്ത് അവൾ തിരിച്ച് അബ്രഹാമിനോട് ചോദിച്ചതാ പറയുന്നത്, ദൈവം വാസ്തവമായിട്ടും നിന്നോട് അങ്ങനെ പറഞ്ഞോ? ദൈവം അത്ര ക്രൂരനാണോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നു. സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞു, പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയത്തില്ല. അവളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ, ഭാവിയെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞ് അവൾ മരുഭൂമിയിൽ വന്നപ്പോൾ അവൾ വഴിയൊക്കെ മറന്നുപോയി, മനോനിലയൊക്കെ തെറ്റിപ്പോയി, വീട്ടിലേക്ക് പോകാനുള്ള വഴി അവൾക്ക് അറിയാതെ വന്നു. അതുകൊണ്ട് അവൾ അലഞ്ഞു നടക്കേണ്ടി വന്നത്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, എന്റെ പ്രതീക്ഷ അസ്തമിക്കുന്ന ഇടത്ത് ആമേൻ, എനിക്ക് നിരാശയോടെ ഇനി മുന്നോട്ടൊരു വഴിയുമില്ലെന്ന് തോന്നുന്ന മരുഭൂമിയാണെന്ന് തോന്നുന്ന ഇടത്ത്, എന്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോകുന്നുവെന്ന് തോന്നുന്ന ഇടത്ത് ആമേൻ, ദൈവ ശബ്ദം ദൈവം എന്നെ കേൾപ്പിക്കും. എന്നെ കൈവിടുന്ന ദൈവമല്ല കേട്ടോ, എന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ആരെല്ലാം മാറിപ്പോയാലോ, ചേർത്ത് നിർത്തേണ്ടവർ ചേർത്ത് നിർത്തിയില്ലെങ്കിലോ, ആമേൻ, പരിഗണിക്കേണ്ടവർ പരിഗണിച്ചില്ലെങ്കിലോ, ആമേൻ, കൂട്ടായി നിൽക്കേണ്ടവർ കൂട്ടായി നിന്നില്ലെങ്കിലോ, ആരും ഒരാശ്വാസത്തിന് വാക്ക് പറയാനില്ലെങ്കിലും, മരുഭൂമിയുടെ നടുവിലും ആമേൻ, എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ ശൂന്യതകളെ അറിയുന്ന ഒരു ദൈവം, എന്നെ തലമുറകളുടെ അവസ്ഥകളെ അറിയുന്ന ദൈവം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, പുകയത്തു വെച്ചൊരു തുരുത്തി പോലെ ഹാഗാറിപ്പം നിൽക്കുന്നത്. അവള് ചിന്തിച്ചു, എല്ലാം ഇവിടം കൊണ്ട് തീർന്നെന്ന്, എനിക്കുള്ളതെല്ലാം അസ്തമിച്ചു, ഇനി എനിക്ക് ജീവിതത്തെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ലെന്ന് അവൾ ചിന്തിച്ചത്. പക്ഷേ അവിടെയും അവൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം, ദൈവ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടുന്ന നൽകുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഇന്ന് പകൽ നമ്മളോട് പറയുന്നു, മരുഭൂമിയുടെ അനുഭവത്തിലാണോ നിൽക്കുന്നത്? ശൂന്യതയുടെ നടുവിലാണോ നിൽക്കുന്നത്? ആരും സഹായത്തിനില്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മൾ പടുത്തുയർത്തിയ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ചില്ലുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. സാൻ എന്ന് പറയുന്ന മോന്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? കൈ നമുക്ക്. സാൻ തന്നെയാണോ മോന്റെ പേര്? പ്രൈസ് ടു ജീസസ്. അത് മോനൊന്ന് കൈ ഉയർത്താമോ? ഓക്കെ. ആമേൻ. ആത്മാവ്, എനിക്ക് ആ മോൻ തന്നെയാണോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ദൈവാത്മാവ് പറയുന്ന ഒരു ദൂത്, ആമേൻ, ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി സ്വപ്നങ്ങൾ നെയ്ത് ജീവിതത്തെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിമിഷം എല്ലാം തകർന്നടിഞ്ഞ്, ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ചണ്ടിക്കുമ്പാരങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് പോലെ സകലതും അസ്തമിച്ചു എന്ന് തോന്നുന്ന ഇടത്ത് നിന്ന് ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറന്നു തന്ന് എന്ത് ചെയ്യും? എങ്ങനെ മുന്നോട്ട് പോകും? ആര് സഹായിക്കും? ആരെനിക്ക് വേണ്ടി ഒന്ന് കരുതും? ആരെന്നെ ഒന്ന് ചേർത്ത് പിടിക്കും? അൽഘന ഘടകം, എന്റെ വിഷയത്തിന്റെ നടുവിൽ ആരൊരു ഇടപെടൽ നടത്തും? അധനാറകന ഘടകം എന്ന് ചിന്തിച്ച ഭാരപ്പെട്ട് മനം കലങ്ങിയും മനം തകർന്നും പോയ നാളുകളുടെ നടുവിൽ ആത്മാവ് നിന്നോട് പറയുന്ന ഒരു ദൂത്, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമെങ്കിൽ അധനാറകന കുഞ്ഞെ, എന്റെ കരം കുറുതായി പോയിട്ടുണ്ടോ? ഇന്നും പ്രവർത്തിക്കാൻ എന്റെ കരം ശക്തമെന്ന് ആത്മാവ് വിളിച്ചു പറയുക. ആരോട് തുറന്നു പറയാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് വേദനപ്പെട്ട ഞരങ്ങിയ ചില വിഷയങ്ങളുണ്ട്. ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ നെടുവീർപ്പുകളെ പോലും അറിഞ്ഞ ദൈവം,
ഹടംബരം തുര ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നിന്നെ നടത്തിയ ദൈവം ഞാനെങ്കിൽ ആത്മാ പറയുന്നു അടകംബരം തുനാറെ താമസമിനാ തന്നെ ചില ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങുകയാ. ചില പുതിയ വാതിലുകൾ, ചില പുതിയ വഴികൾ, അടകം ജനം തുര ചില പുതിയ നീരുറവകൾ, അടകം വരം തുന നിലനിൽക്കുന്ന ചില നീരുറവകൾ നിന്റെ ജീവിതത്തിന്മേൽ തുറന്നു തന്ന് എനിക്ക് നിന്നെ മാനിക്കുവാൻ പദ്ധതി ഉണ്ടെന്ന് ആത്മാവ് വിളിച്ചു പറയുക. റേമനെ ഉടകം വരം തുനെ രികക്ഷരാധനസേ വിശ്വസിക്കുക. ദൈവപ്രവൃത്തി ദൈവം ചെയ്യും, ദൈവപ്രവൃത്തി ദൈവം ചെയ്യും, ദൈവപ്രവൃത്തി ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വേഗം മുന്നോട്ട് പോകാം. ആമേൻ. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോ ഇനി മുന്നോട്ട് പോകാൻ ഒരു കരുത്തും ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നുമ്പോ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ ഒത്തിരി ദൈവത്തോട് അടുപ്പിക്കും. നമുക്ക് ഈ മക്കളെ കുറിച്ചൊക്കെ ഒത്തിരി പ്രതീക്ഷകളുണ്ട് ഇല്ലേ. ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും അവനത് സംഭവിച്ചില്ലെന്ന് വരാം. നമുക്കപ്പോ എന്തോ കോപം ഉണ്ടാകും. കോപം നമ്മൾ ഈ മക്കളെയൊക്കെ വളർത്തുന്നവരെ അല്ലേ. അവൻ എന്റെ മൂത്ത മകനെ പഠിപ്പിക്കും. എന്റെ അനുഭവങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഇങ്ങനെ ദൈവം പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ച് ആദ്യത്തെ കൊച്ചല്ലേ, നമുക്കെല്ലാം ആഗ്രഹം നമുക്ക് പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം. അപ്പം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ ഇവനെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇവന് ഇങ്ങനെ മനസ്സിലാകുന്നു. അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം ഇവൻ തിരിച്ച് ഉൾട്ടയായിട്ട് അതിന് ശരിയായ ആൻസർ അല്ല പറയുന്നത്. അപ്പൊ എനിക്കിങ്ങനെ ദേഷ്യം വന്നു. അപ്പൊ രാത്രിയില അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് 2 പൊട്ടിയിലൊക്കെ അവന് 2 അടിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പോയി കിടന്നുറങ്ങാൻ. അപ്പം എന്റെ ദേഷ്യം മുഴുവൻ ഞാൻ കൊച്ചിന്റെ മുകളിലൊക്കെ തീർത്ത് ഇവ മനസ്സിലാകാത്ത ദേഷ്യം എല്ലാം കൂടെ എന്റെ മനസ്സിലിരിക്കുക. അപ്പം ഇവനോട് ഞാൻ പറഞ്ഞു നീ പോയി കിടന്ന് ഉറങ്ങിക്കേ. അപ്പൊ ഇവൻ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പോയി. അവൻ ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. പക്ഷെ മക്കളെ അടിച്ചാൽ നമുക്ക് കുറ്റബോധം ഉണ്ടാകാറില്ല. അപ്പൊ കാരണം നമുക്കതിനകത്ത് ഒത്തിരി ന്യായങ്ങളുണ്ട്. മക്കളെ അടിക്കരുതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അടിച്ച് തന്നെ വളർത്തണം. അപ്പം ഇതൊക്കെ അവൻ കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുക. രാത്രിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ എന്റെ ചെവിയിലേക്ക് മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ശബ്ദം. അത് മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. എന്താ അതിനർത്ഥം എന്നറിയാം? ഞാൻ അന്ന് ചിന്തിച്ചു, എന്റെ കോപം കൊണ്ട് ഞാൻ കുറെ കുഞ്ഞിനെ അടിച്ചത് കൊണ്ട് അവന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും വികാസം ഉണ്ടാകത്തില്ല. ദൈവം നമ്മളോട് പറയുന്ന ഒരു ദൂത്, കുഞ്ഞെ, അവനൊരു വിഷയം ഉണ്ടാകുമ്പോ, വീടിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ തമ്മിൽ പഴിചാരി വന്നുപോയ വീഴ്ചകൾ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിയത് കൊണ്ടാ. നമ്മള് കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യേണ്ടത് കൊണ്ടാ. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്? ഭർത്താക്കന്മാർക്ക് കുറച്ച് കാര്യങ്ങൾ തെറ്റിപ്പോയാൽ പാളിച്ചകൾ പറ്റിപ്പോയാൽ നമ്മൾ പറയാറുണ്ട്, എല്ലാം ആലോചിച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്യണമായിരുന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നമ്മൾ അങ്ങനെ പറയാം, തമ്മിൽ പഴിചാരി വിഷയങ്ങളെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി വൈകും. ദൈവം നമ്മളോട് പറയുക, കണക്കൂട്ടലുകൾ തെറ്റി എന്ന് തോന്നിയാലോ, പരാജയങ്ങൾ സംഭവിച്ചു എന്ന് തോന്നിയാലോ, ഇനി പോകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ കണക്കൂട്ടലുകൾ ഒക്കെ തെറ്റിയത് കൊണ്ടാകാം പാളിച്ചകൾ സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിച്ചു എന്ന് വന്നാലോ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, കർത്താവേ, നിശ്ചയമായി നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ, എന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ, എന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയല്ലേ ഞാനും നിങ്ങളെ സേവിക്കുന്നത്. എന്റെ ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമുണ്ടോ? എന്റെ ദൈവം എന്താ ക്രൂരനാണോ? അല്ലവേ അല്ല. എന്റെ ദൈവം സ്നേഹമുള്ള ദൈവമാ. അവന്റെ അടുക്കലേക്ക് നമ്മളൊന്ന് ചെന്നാ മതി. ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് ചെന്നിട്ട്, കർത്താവ് എന്നോടൊന്ന് കരുണ തോന്നണമെന്ന് പറഞ്ഞാ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ബിജു തോമസ് അച്ഛനോട് ദൈവാത്മാവ് പറയുക. സഹോദരങ്ങളുടെ നടുവിൽ ഏറ്റവും മഞ്ഞനായിരുന്നു. ആത്മാവ് വിളിച്ചു പറയുന്നു, സഹോദരങ്ങളുടെ നടുവിൽ നിന്നെ മഞ്ഞതയോടെ നിർത്താൻ മാന്യതയോടെ നിൽക്കേണ്ടവനല്ല കേട്ടോ. വ്യസനപുത്രൻ എന്ന് പറഞ്ഞ, വ്യസനപാത്രം എന്ന് പറഞ്ഞ ഒരു കണ്ണിനും ദയ തോന്നാതെ തള്ളിക്കളഞ്ഞും തള്ളപ്പെട്ടും പോകേണ്ടവരാ. പക്ഷെ ചേർത്ത് പിടിച്ച ഒരു ദൈവമുണ്ട്. റഖന, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് പറഞ്ഞ, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണി അടകം ജലം അരകസി നിന്റെ സ്ഥിതികൾക്കും അവസ്ഥകൾക്കും മാറ്റം വരുത്തി എന്റെ പ്രവൃത്തിയുടെ മഹത്വത്തിനായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത പാത്രമെങ്കിൽ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ ദൈവസന്നിധാനം ഒന്ന് ചേർന്നു വരാൻ തയ്യാറായാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത്
ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ചിലത്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചിലത് ജീവിതത്തിന്മേൽ നൽകി തന്ന അർദ്ധനാറമനേരികലഘടകസി എനിക്ക് നിന്നെ മാനിക്കുവാൻ പദ്ധതിയുടെ ആത്മാവ് വിളിച്ചു പറയുന്നു. റോഖേ മന ഹത്തുറ സെഖേരിക. ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അടകംബരം തുര പോയ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. അർദ്ധനാരകന കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി, അതനം ചില പാളിച്ചകൾ സംഭവിച്ചു പോയി, പദ്ധതികൾ പാളിപ്പോയി എന്ന് തോന്നിയ നിമിഷങ്ങളുടെ ആത്മാവ് പറയുന്നു, നഷ്ടങ്ങളെ ലാഭമാക്കി തീർത്ത് ഇരട്ടിയായി നിനക്ക് മടക്കി തന്ന് എനിക്ക് നിന്നെ മാനിക്കുവാൻ പദ്ധതിയുടെ ആത്മാവ് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുക, ദൈവപ്രവൃത്തി നീ കാണും. സങ്കീർത്തനത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരാം, എന്റെ സമയം തീരാറായി. ഇവിടെ പറയുന്നു, കർത്താവേ ഞാൻ നിന്റെ രക്ഷയെ കാത്തിരിക്കുകയാ. ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. എപ്പോൾ എപ്പോൾ എന്റെ വിഷയത്തിനകത്ത് കർത്താവെ അങ്ങൊന്ന് ഇടപെടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷം ആരംഭിച്ചപ്പോ എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ വർഷത്തെ എന്റെ ജീവിതത്തിൽ ചിലത് നടക്കുമെന്ന്. പക്ഷെ ഈ വർഷം അവസാനിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും എന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തു. നമ്മൾ എപ്പോഴും നെഗറ്റീവ് മാത്രം പറയരുത്. കർത്താവ് നടത്തിയ വഴികളെ ഓർക്കണം, കർത്താവ് നടത്തിയ വഴികളെ ഓർക്കണം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ ഓർക്കണം. ആരോഗ്യത്തോടെ നിർത്തിയ ദൈവത്തിന്, സൗഖ്യത്തോടെ നിർത്തിയ ദൈവത്തെ നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പക്കൽ എന്തിനാ കുറവുള്ളത്? എന്റെ മകന് മൂത്ത മകന് ജോലിയില്ലാതെ ഏകദേശം 8 മാസത്തോളം നിന്ന്, 8 മാസത്തോളം വിവാഹം കഴിഞ്ഞ് 8 മാസം ജോലിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ പൈതൽ കടന്നുപോയി. അതിനുശേഷം അവന് ജോലി ലഭിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ജോലി വീണ്ടും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും വല്ലാത്ത ഭാരത്തിലൂടെ കടന്നുപോയി. അവന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, സാമ്പത്തിക ആവശ്യങ്ങൾ വളരെയാണ്. വല്ലാത്തൊരവസ്ഥ. ജീവിതത്തിൽ അവനിങ്ങനെ വല്ലാതെ ഭാരപ്പെടുന്ന ഒരു നിമിഷത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് വാതിക്കൽ നിന്ന് മുട്ടുന്ന മനുഷ്യന് ഓരോറപ്പുണ്ട്, അകത്തുള്ള സ്നേഹിതന്റെ അടുക്കൽ അപ്പം ഉണ്ടെന്ന്. അവൻ എഴുന്നേറ്റ എന്റെ വിഷയത്തിനകത്ത് പരിഹാരം നടക്കുമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഞാൻ മുട്ടുമ്പോ, ഞാൻ വരുമ്പോ എനിക്കൊരു ഉറപ്പുണ്ട്, നിന്റെ പക്കൽ പരിഹാരം ഉണ്ടെന്ന്. പക്ഷെ നീ എപ്പോഴാ എഴുന്നേൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നീ എഴുന്നേൽക്കുവോളോ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒരു ലജ്ജയില്ല. കാരണം ദൈവസന്നിധി ചെല്ലുമ്പോ നമുക്കൊരു ഉറപ്പുണ്ടാകണം, മുട്ടുന്നയിടത്ത് ദൈവത്തിന് എന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ കഴിയുമെന്ന്. ആ ദൈവം എഴുന്നേറ്റ ഞാൻ 3 അപ്പം ചോദിക്കുന്നതെങ്കിലും അല്ല, എനിക്ക് വേണ്ടുന്നിടത്തോളം തരാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്നില്ലേ, ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ദൈവം. ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അതെന്റെ ഭൗതിക നന്മയോട് ചേർത്താണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഭൗതിക നന്മ, എന്റെ സാമ്പത്തിക മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ, മറ്റുള്ളവരെ സാമ്പത്തിക മേഖല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ദൈവം. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരുണ്ടോ, അവർക്ക് വാരി വിതറി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കൊരു ആത്മീയ ദാരിദ്ര്യം ഉണ്ടോ? കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ ഉപവസിക്കണം, കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി കൊടുക്കണം, കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കുറച്ചുകൂടെ. എനിക്ക് അതല്ലേ യേശു ക്രിസ്തു പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കാ ഉള്ളത്. അതിനർത്ഥം ആത്മീയ പാപ്പരത്തുള്ളവൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം. നമ്മളങ്ങനെ സമൃദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നല്ലേ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് എന്താ? നിനക്ക് ആത്മീയമായ ഒരു വിശപ്പ് എപ്പോഴും ഉണ്ടെങ്കിൽ ചിലത് പ്രാപിക്കണമെന്ന്. ഞാൻ തികഞ്ഞെന്നല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയെന്നല്ല, ഞാൻ എന്തൊക്കെയോ ചെയ്തെന്നല്ല, എന്നാലാവത് ഞാൻ പ്രവർത്തിച്ചെന്നല്ല. കർത്താവ്, എനിക്ക് ആകേണ്ടതുപോലെ ആകാൻ പറ്റിയില്ല, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, ആത്മീയമായ എന്നെ ഒന്ന് മുന്നോട്ടൊന്ന് കൊണ്ടുപോകണമേ എന്ന പ്രായം എത്ര കഴിഞ്ഞാലോ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു വിശപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് രാവിലെ വിളിച്ചു പറയുന്നു, നമ്മുടെ വിശപ്പിന് പരിഹാരം വരുത്താൻ പ്രൈസ് ദി ലോർഡ് കഴിയുന്ന ഒരു ദൈവം. ഡോക്ടർ റീന ഫിലിപ്പ് ആത്മാവ് വിളിച്ചു പറയുന്നു, 6 കഷ്ടത്തിൽ നിന്ന് യഹോവ നിന്നെ വിടുവിച്ചു, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടാതെ. ഭൂമിയുടെ മുഖത്ത് നിന്റെ പേർ മായ്ച്ചു കളയാൻ ശത്രു പദ്ധതികൾ ഒരിക്കൽ രേഖകൾ എഴുതിയ നിനക്ക് വിരോധമായി ശത്രു പടച്ചുവിട്ട അമ്പുകളെ
ഞാൻ ലക്ഷ്യം തെറ്റിച്ച് ഞാൻ നിന്നെ നിർത്തിയ ദൈവമെങ്കിൽ എന്റെ പ്രവൃത്തിയുടെ മഹത്വത്തിനായി നീ ഒരുക്കപ്പെടട്ടെ. ഉപയോഗിക്കുന്നവൻ ഞാനാ. ഹടകം ജനം തുരീലികരഘടകരസി. ശത്രു എയ്തു വിട്ട അമ്പ് കൃത്യമായത് നിന്റെ നെഞ്ചത്ത് അവൻ പതിക്കേണ്ടതാ. പക്ഷേ ഞാൻ പരീക്ഷ കൊണ്ട് അതിനെ തടുത്ത് ഹതനം ജഗനഘടക നിൽക്കക്ഷര നിന്റെ പ്രാണന് ഹാനി വരാതെ ഹടകം ജനം തുരാലകനഘടകം ഞാൻ നിന്നെ ആയുസ്സോടും ആരോഗ്യത്തോടും നിർത്തിയ ദൈവമെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുന്നു റഗമന ഘടക ജലഘടകസി എന്റെ പ്രവർത്തിക്കാൻ നിന്നെ ഉപയോഗിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. റമന ദുരലകസി ഈ ദിവസങ്ങൾ അടകം ജനം തുരാലകനഘടക സംതനേരികനഘടകം അൽഗരഗോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ആത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ ചിറകടിച്ചൊന്ന് ഉയരത്തക്കവണ്ണം അകത്തെ മനുഷ്യൻ ആത്മാവിന്റെ ബലവും കരുത്തും റമന ആത്മാവ് പകർന്ന ആമേൻ നിയോഗങ്ങളും തിരിച്ചറിഞ്ഞ് അഭിഷേകത്തിന്റെ ശക്തിയോടെ നീ പുറത്തു വരട്ടെ. എന്റെ പ്രവർത്തിക്കാൻ ഞാൻ നിന്നെ നിർത്തുന്ന ദൈവമാ. ചില പുതിയ പദ്ധതികൾ ദൈവത്തിലെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ചില പുതിയ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്നത് പോലെ ചില പുതിയത് സംഭവിക്കുന്ന അനുഭവങ്ങൾ ആത്മാവ് ദർശിക്കുന്നുണ്ട്. പുതിയ ചിലത് സൃഷ്ടിച്ചുണ്ടായി വരുന്നത് പോലെ ദൈവാത്മാവ് പറയുന്നു ചില പുതിയത് സംഭവിക്കാൻ തുടങ്ങുകയാ. ഹടകം ജനം തുരി നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. അതുര പാമ്പുകളെയും തേളുകളെയോ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്റെ ജനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല ഇരുളിന്റെ ആധിപത്യങ്ങളെ ഞങ്ങൾ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിയുടെ മഹത്വം ഇറങ്ങട്ടെ കർത്താവേ. ദൈവപ്രവൃത്തിയുടെ മഹത്വം ഇറങ്ങട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. രാവിലെ ആത്മാവ് എന്റെ സമയം കഴിഞ്ഞു, ഞാൻ വേഗത്തിൽ നിർത്തുക. ദൈവാത്മാവ് നമ്മളോട് പറയുന്നു പുകയത്ത് വെച്ച തുരുത്തി പോലെ നമ്മളെ ആണെങ്കിലും യോബിന്റെ ജീവിതത്തിൽ പറയുന്നത് പോലെ സകലതും നഷ്ടമായാലും നമുക്ക് പറയാൻ കഴിയണം കർത്താവെ ഞാൻ ഇപ്പോഴും കാത്തിരിക്കുക ദൈവപ്രവൃത്തിയെ. ഈ വർഷം അവസാനിച്ച പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയണം കർത്താവെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നിന്റെ ചട്ടങ്ങളെ ഞാൻ ആമേൻ മറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മറന്നു പോകുന്നില്ല. ഞാൻ ദൈവം അരുളി ചെയ്ത അരുളപ്പാടുകളെ ഞാൻ മറന്നു പോകുന്നില്ല. സാഹചര്യങ്ങളൊക്കെ എനിക്ക് പ്രതികൂലമാണ്, അനുകൂലമായി ഞാൻ ഒന്നും കാണുന്നില്ല. സാധ്യതകളൊന്നും മുൻപിലില്ല. ബെനഡിക്ട് മാത്യു അച്ഛനോട് ദൈവാത്മാവ് പറയുന്നു സാധ്യതകളൊന്നും മുന്നിലില്ലെങ്കിലോ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാട്ടോ. കർത്താവിന് വരെ താമസിച്ച 2026 6 മാസത്തിന് മുൻപ് ചില ദൈവപ്രവർത്തികൾ ദൈവം സംഭവിപ്പിക്കും. നീ ചോദിക്കാതെ എങ്ങനെ സംഭവിക്കുമെന്ന്. പക്ഷെ ആത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവ് ചില വിഷയത്തിനകത്ത് ഇടപെടലുകൾ നടത്താൻ തുടങ്ങും. ചില ദൈവപ്രവർത്തികൾ കാണും. മനുഷ്യർക്ക് അതിശയം കൂറുമാറ് ചില ദൈവിക വിടുതലുകൾ സംഭവിക്കുമെന്ന് ആത്മാവ് പറയുക. നാളുകളായി മുദ്ര വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ അടകം ജനം തുര ആ മുദ്രയെ പൊട്ടിക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് പറയുമ്പോ ആത്മാ വിളിച്ചു പറയുന്നു ശത്രുവിന്റെ സകല പദ്ധതികളെ തകർത്ത ചില ദൈവപ്രവൃത്തിയുടെ മഹത്വം വീടിനകത്ത് ഞാൻ വെളിപ്പെടുത്തുമെന്ന് ആത്മാ വിളിച്ചു പറയുക. ദൈവപ്രവർത്തിക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഉടകം ജനം തുരി ലിഗസി ജോർജ് ആൻഡ് ഷൈനി അവരെ കുടുംബത്തോട് ആത്മാ വിളിച്ചു പറയുന്നു അർത്ഥനെ രികനഘടക ബൗഡി രഹസ്യ അർത്ഥനം വേദഘടക ജൽക്കക്ഷരാധനസി അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നതാകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ആത്മാ വിളിച്ചു പറയുന്നു കുഞ്ഞെ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവമ. ഉടകമന ഘടകജാലകം ധരരികക്ഷേരികനിഘടകസി അധനം ധരഘടകം ജൽക്കക്ഷരാധനസി അധനാരകനഘടകം ബൗഡീരികൽക്കരം ധനെ. ദൈവം അതാത് സമയത്ത് വേണ്ടുന്നതെല്ലാം ജീവിതത്തിൽ തന്ന ദൈവമല്ലേ. ദൈവാത്മാ പറയുന്നു കുഞ്ഞെ ദൈവം നിന്നെ നടത്തിയ വഴികളിലേക്കും യഹോവ കൊണ്ടുവന്ന വിധങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്ക്. ഉടകം വരം തുരി വർഷം അവസാനിക്കുമ്പോ ഒത്തിരി നിരാശകൾ ജീവിതത്തിനകത്തുണ്ട്, ഒത്തിരി ഭാരങ്ങൾ ജീവിതത്തിനകത്തുണ്ട്. മറുപടി ലഭിക്കാത്ത ഒത്തിരി പ്രാർത്ഥനകൾ ആ വിഷയങ്ങൾ നിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് നിന്നോട് പറയുന്ന ഒരു ദൂത് പലതിനെ പറ്റി വിചാരപ്പെട്ടും മനം കലങ്ങിയും
മനം തകർന്ന നാളുകളിൽ ആമേൻ പലപ്പോഴും എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും വിചാരപ്പെട്ടതുപോലെ അതനാരകന ഘടകം വിചാരപ്പെട്ട് മനം തകർന്നും മനം കലങ്ങിയും പോയ നാളുകളിൽ ഉടകമന നിനക്ക് ആവശ്യമുള്ളത് അതാത് സമയത്ത് നിന്റെ ജീവിതത്തിന്മേൽ നൽകി തന്ന് നിന്നെ നടത്തിയ ദൈവം ഞാനെങ്കിൽ ഉടക നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അടകം പരം തുനീരികലഘടകസി അതിന് തക്ക സമയത്ത് നിനക്ക് വേണ്ടുന്നത് നൽകി തന്ന് ഞാൻ നിന്നെ നടത്തിയ ദൈവമെങ്കിൽ ഹടകം ജനദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ചില പുതിയ വഴികളും ചില പുതിയ നീരുറവകളും നിന്റെ ജീവിതത്തിന്മേൽ തുറന്നു തന്ന് എനിക്ക് മാനിക്കുവാൻ പദ്ധതിയുണ്ട്. ആത്മാവ് വിളിച്ചു പറയുന്നു, നനവുള്ള തോട്ടം പോലെ, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെ നിന്നെ ആക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. അർഘന അർഘന നനവുള്ള തോട്ടം പോലെ, നനവുള്ള തോട്ടം പോലെ. എന്താ നനവുള്ള തോട്ടത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? എപ്പോഴും അതിനകത്ത് ഫലമുണ്ടാകും. ആത്മാവ് പറയുന്നു, ഒരിക്കലും ആമേൻ തീർന്നു പോകാത്ത നിലനിൽക്കുന്ന ഫലങ്ങൾ ഉളവായി വരത്തക്കവണ്ണം ചില വഴികൾ, അതിന്റെ നന്മകൾ, നീരുറവകൾ ആമേൻ വീടിനകത്ത് തുറന്നു തന്ന് തീർക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില ബാധ്യതകളെ ഹടകജ തീർത്തു തന്ന് ഞാൻ നിന്നെ നടത്തുന്ന ദൈവം ആത്മാവ് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുക. കണക്കൂട്ടലുകളൊക്കെ ഒത്തിരി തെറ്റുന്നുണ്ട്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാൻ നിൽക്കുന്ന പത്രോസിന്റെ പടക് പോലെ പടകിപ്പം ശൂന്യമാ. ഒത്തിരി കണക്കൂട്ടുണ്ടായിരുന്നു. പടകും വള്ളവും വലയുമായിട്ടൊക്കെ പോകുമ്പോ, പക്ഷേ ഒരു കണക്കൂട്ടലുകളൊക്കെ തെറ്റി. പടക് ശൂന്യമായി പടകുമായി നിൽക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ പടകിനെ നിറയ്ക്കുന്നവൻ ഞാനാ, നിന്റെ ശൂന്യതകളെ മാറ്റുന്നവൻ ഞാനാ. അതനാ റമന രഗനി ഘടകസി അക്ഷര അതനസി നിറവ് തരുന്നവൻ ഞാനാ. വിശ്വസിക്കുക. വാഗ്ദത്തങ്ങളെ ചെയ്തവൻ വിശ്വസ്തന, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. അവിടുന്ന് വാക്ക് പറഞ്ഞ മാറുന്ന ദൈവമല്ല. ആത്മാവ് വിളിച്ചു പറയുന്നു, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. നമുക്ക് വിശ്വസിക്കാം, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ആമൻ. ബീന അജയ് ആന്റിയോട് ദൈവാത്മാവ് പറയുന്നു, അതനാ അരകന ഘടക ജൽക്ഷരാദരസി ദാവീദ് ഗോല്യാത്തിന്റെ മുൻപിലേക്ക് ഓടിച്ചെന്നതുപോലെ ചില സന്ദർഭങ്ങളിൽ ആത്മനിയോഗത്താൽ ചിലത് ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഒത്തിരി നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും പിന്തിരിപ്പിക്കുന്ന ചില അനുഭവങ്ങളും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളും ഹടകം ജനം തുരാലകസേധികരഘടകം ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്തവളെ പോലെ തളർന്നിരുന്നു പോയ ചില അനുഭവങ്ങളും ആത്മാവ് ദർശിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് പറയുന്നു, ചെറിയതിൽ നിന്ന് വലിയതിലേക്ക് നടത്താൻ കഴിയുന്ന ഒരു ദൈവം അതനാ അറമന സ്ഥിതികൾക്കും അവസ്ഥകൾക്കും മാറ്റം വരുത്തി അതനാ എന്റെ ജനത്തെ ഉത്തരിച്ചെടുക്കുന്നവൻ ഞാനെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. ഘടകം യോബിനോട് തന്റെ സ്നേഹിതന്മാർ ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യചിഹ്നം നിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. നീ വാക്കുകളാൽ മറ്റുള്ളവരെ ബലപ്പെടുത്തിയില്ലേ? ഹർത്തനാ ഹരികന ഘടക ജൽക്ഷരാധനസി നീ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തിയില്ലേ? അതനാ ഹരികന ഘടക ജൽക്ഷരാധനസി എന്നിട്ട് എന്തേ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ലാത്തത്? റികന ഓർത്തു നോക്ക്. നിർദോഷിയായി നശിച്ചു പോയവൻ എവിടെ? ഹടകം ജനം നീതിമാൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഹടകം ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ യോബിന് നേരെ വരുന്നത് പോലെ അതനാ അതിന്റെ മുൻപിലും ചില ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു നിൽക്കുമ്പോ ആത്മാവ് വിളിച്ചു പറയുന്നു, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ സ്നേഹിതന്മാരുടെ സ്ഥിതിക്ക് മാത്രമല്ല തന്റെ സ്ഥിതിക്കും മാറ്റം വരുത്തി. നഷ്ടമായി പോയതിനെയൊക്കെ ഇരട്ടിയായി മടക്കി നൽകുക മാത്രമല്ല, യോബിന്റെ പ്രതാപകാലം തനിക്ക് തിരിച്ചു നൽകിയതുപോലെ അവൻ മാന്യനായി മാറിയതുപോലെ ആത്മാവ് വിളിച്ചു പറയുന്നു, ആദരിക്കപ്പെടത്തക്കവണ്ണം മാന്യതയോടെ നിൽക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുത്തി ഞാൻ ആദരിക്കും. നിന്ദിച്ചവരുടെയും അപമാനിച്ചവരുടെയും ഹടകം ജനം നിനക്ക് വിരോധമായി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒരു വിധത്തിലും നിന്നെ തല ഉയർത്തത്തില്ലെന്ന് പറഞ്ഞ ഹടകം ജനം നിന്നെ ഒതുക്കിക്കളവാൻ ശത്രു എയ്തുവിട്ട അമ്പുകളും അവന്റെ പദ്ധതികളും ഹടകം ജനം തുരാലകസി ഞാൻ തകർത്ത് നിന്നെ മാനിച്ച് ഞാൻ നിന്നെ കൊണ്ടുവന്നെങ്കിൽ ആത്മാവ് പറയുന്നു, നിന്ദിച്ചവരുടെ അപമാനിച്ചവരുടെ നടുവിൽ ഞാൻ നിന്റെ തലയെ ഉയർത്തി നിർത്തി ഞാൻ നിന്നെ ആദരിക്കുന്ന ദൈവമെന്ന് ആത്മാവ് വിളിച്ചു പറയാ. അത്തരെ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇങ്ങനെയാകുമെന്ന് ദാമേൻ മോർത്തേക്കായുടെ മുൻപിൽ നടന്ന ഒരു ഹാമാൻ വിളിച്ചു പറഞ്ഞതുപോലെ ആത്മാവ് പറയുന്നു, യഹോവ ബഹുമാനിക്കുന്നവൻ ഇങ്ങനെയാകുമെന്ന്. അതനാ നിന്നെ പകച്ചവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തിയുടെ മഹത്വം ഇറങ്ങി വരുമെന്ന് ആത്മാവ് വിളിച്ചു പറയുക.
ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിലടയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പുകയത്ത് വെച്ച ഒരു തുരുത്തി പോലെ നമ്മള്, പുകയത്ത് വെച്ച തുരുത്തി. പക്ഷേ എങ്കിലും നമ്മൾ ദൈവത്തിന്റെ ചട്ടങ്ങളെ, ദൈവത്തിന്റെ പ്രതീക്ഷകളെ, ദൈവത്തിന്റെ പ്രത്യാശകളെ, വാഗ്ദത്തങ്ങളെ നമ്മൾ മറന്നു പോകരുത്. ദൈവമുഖത്തേക്ക് നോക്കുക. അജയ് എന്ന് പറഞ്ഞ അച്ഛനോട് ദൈവാത്മാ വിളിച്ചു പറയുന്നു, റമനതുരലകസി, വാഗ്ദത്തങ്ങൾ ഒത്തിരി കേട്ടതാ, ഒത്തിരി കേട്ടതാ. പക്ഷേ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം കാണാൻ കഴിഞ്ഞില്ല, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അർച്ചന റമന ഘടകസി, കൂലിക്കാരൻ തന്റെ കൂലി വാങ്ങി ഓട്ടയുള്ള സഞ്ചിയിൽ ഇടുന്നത് പോലെ റമന തരകസി, നന്മകളെ ചോർത്തിക്കളഞ്ഞ, നന്മകളെ ചോർത്തിക്കളഞ്ഞ. അത് വ്യക്തിപരമായ ജീവിതത്തിൽ ആമൻ വല്ലാതെ നിരാശകൾ ഉളവാക്കിയെന്ന് മാത്രമല്ല, ജീവിതത്തെ വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞ, അടകംബരം തുന അരകക്ഷി, നന്നായി ബലമുളവായി വന്ന ഒരു വൃക്ഷത്തെ ആമൻ മനുഷ്യർ പിടിച്ച് ഉലച്ച് അതിന്റെ ഫലത്തെ ഇല്ലാതാക്കി കളയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തെ പിടിച്ചുലച്ച ചില വിഷയങ്ങളുണ്ട്. അത് വീണു പോകുമെന്ന് ചിന്തിച്ചു, തകർന്നു പോകുമെന്ന് ചിന്തിച്ചു, ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പലരും പറഞ്ഞു. നീയും ചിന്തിച്ചു ഇനി നിവരനിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അതനാ റമന ഘടക ജൽകക്ഷര, ഹാമന പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ ഉറപ്പോടെ നിർത്തിയവൻ ഞാനാ. അതനാ അറകന ഘടക ജൽകക്ഷര, വേര് ആമേൻ ആമൻ, ഒരു വൃക്ഷത്തിന്റെ വേര് ആ മണ്ണിനെ അള്ളിപ്പിടിച്ച ഓരോ പ്രാവശ്യം ഉലയ്ക്കും തോറും ആ വേര് മണ്ണിനോട് ചേർന്ന് ചേർന്ന് ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് പോലെ ഓരോ പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ നിന്നെ എന്റെ കയ്യിലോട്ട് ചേർത്ത് പിടിച്ച് ഞാൻ നിന്നെ മുറുക്കം പിടിച്ച് നീ തകർന്നു പോകാതെ, നീ വീണു പോകാതെ, നിലംപരിചായി പോകാതെ ഞാൻ നിന്നെ നിർത്തിയ ദൈവമെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. റമന തരാലക സികേരികാലക ഉടമര ഹതുരലക ദിഗനഘടക ജൽകക്ഷരാധരസി ഉടകംബരം തുരാരകരതി, വല്ലാതെ ഞരങ്ങിപ്പോയ അനുഭവങ്ങളുണ്ട്. അതിന് ഒറ്റപ്പെട്ടു പോയ മേഖലകളുണ്ട്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നും അടകം ജനം തുരാലകസേ നീ പറഞ്ഞ നിമിഷങ്ങളുണ്ട്. അടകം വരം തുനി ഇരികൽ കടം തുനി, സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞു എന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. പക്ഷെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ കരുത്തോടെ നിർത്തിയ ദൈവമെങ്കിൽ എന്റെ പ്രവർത്തിക്കാൻ ഞാൻ നിന്നെ പിന്നെയും നിർത്തുന്ന ദൈവമാ. അടകം ജനം തുരാലകസേ ദിഗനഘടകം, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ആത്മാവ് വ്യക്തമായി പറയുന്നു, ആരും അടയ്ക്കാൻ കഴിയാതെ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ നിന്റെ മുൻപിൽ തുറന്നു തന്ന് ഞാൻ നിന്നെ ആദരിക്കുന്ന ദൈവമെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. ഉടകം ജനം തുരി, നൊമ്പരപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. അകന്നുപോയി എന്ന് ചിന്തിക്കുന്ന, അവൻ ഒരുപാട് ദൂരം അകന്നുപോയി എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇനി അടുത്തു വരത്തില്ലെന്നും, ഇനി അതിനകത്തൊരു വിടുതൽ ഉണ്ടാകത്തില്ലെന്നും, ഇതിനി അതിനകത്തൊരു ദൈവപ്രവൃത്തി കാണത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാറ്റം വമിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് പന്തിയിൽ ഇരുത്തിയെങ്കിൽ അർഘന അറമന ഘടക ജൽകക്ഷരാധനസി, നാറ്റം വമിച്ചുവെന്ന് നീ ചിന്തിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ചില ദൈവിക മഹത്വം വെളിപ്പെടുത്തി പന്തി ഭോജനത്തിൽ ഇരുത്തി ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവം ആത്മാവ് വിളിച്ചു പറയുക. രേഖേ നിതാ രഗക്ഷരാധനസി, ലാസറിനെ കണ്ടവർ ലാസറിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ കുറിച്ച് സാക്ഷ്യം പറയത്തക്കവണ്ണം ചില ദൈവപ്രവർത്തികൾ സംഭവിക്കും, ചില ദൈവപ്രവർത്തികൾ സംഭവിക്കും. ആത്മാവ് വിളിച്ചു പറയുന്നു, വിശ്വസിക്കുക, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. നമുക്ക് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സമയം അല്പം കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലീവ് ആകണമെങ്കിൽ ലീവ് ആകാം. എങ്കിലും ഞാൻ ആത്മാവിനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതോട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, രാവിലെ ഈ വചനം എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകിയപ്പോ എനിക്കറിയാം പുകയത്തു വെച്ച തുരുത്തി പോലെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി, കരുത്ത് നഷ്ടപ്പെട്ടു പോയി, ബലം നഷ്ടപ്പെട്ടു പോയി, രോഗം പിടിപെട്ടു, മക്കളെല്ലാം അകന്നുപോയി, സാമ്പത്തിക മേഖലകളിൽ പരാജയങ്ങൾ സംഭവിച്ചു, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, ഞാൻ വല്ലാതെ ഉണങ്ങിയിരിക്കുന്ന അനുഭവമാ. ഇനി എനിക്ക് എന്റെ സൗന്ദര്യം തിരിച്ചു വരുമോ, എന്റെ ആരോഗ്യം തിരിച്ചു വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നു, കുഞ്ഞെ, ഞാൻ നിന്നെ ഉപയോഗിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമാ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവമാ. ലിനി മോൻസി ആത്മാവ് വിളിച്ചു പറയുന്ന ഒരു ദൂതം, അതനം ജനഘട്ടം വേരകക്ഷരാധനസി ഉടകം വരം തുനാ രഗക്ഷേരികതികനഘടകം അടകം വരം തുനാ ലകസേ ദികനഘടക ജൽകക്ഷരാധനസി
മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസനി ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് അവൻ നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആമേൻ ദൈവത്തിന് പ്രസാദമാകുവാൻ തക്കവണ്ണം ആത്മീയഗ്രഹമായി പണിയപ്പെടുന്നു എന്ന് പത്രോസ് ലേഖനത്തിൽ വായിക്കുന്ന വചനഭാഗം പോലെ ആത്മാ പറയുന്നു. അറികന ഘടകം മനുഷ്യർ തള്ളിക്കളഞ്ഞിടത്ത് ചേർത്തു പിടിച്ചൊരു ദൈവം ഞാനാ. ഘടകം സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ പോയപ്പോ, ആദരിക്കേണ്ടവർ ആദരിക്കാതെ പോയപ്പോ, ചേർത്തു പിടിക്കേണ്ടവർ ചേർത്തു പിടിക്കാതെ പോയപ്പോ, നീ പ്രതീക്ഷിച്ച പലരും നിന്നെ കണ്ടിട്ടും കാണാത്തവരെ പോലെ മാറിക്കടന്നു പോയപ്പോ, ഒരു കണ്ണിനും ദയ തോന്നാതെ അർഘന കിടന്ന നിന്നെ യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്ന് ആ പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ ആ രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ മറന്നുപോയി. ഓർക്കേണ്ട പലരും മറന്നുപോയപ്പോ ഘടകം എന്റെ ജീവിതം ഇങ്ങനെ ആയി പോകുമെന്നും ഒരു പരിധിക്കപ്പുറം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നോ, ഒരു പരിധിക്കപ്പുറം എനിക്ക് എന്റെ കാലുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയത്തില്ലെന്നോ ചിന്തിച്ച് നീ ആയിരുന്ന ഇടത്തു നിന്ന് കാരാഗ്രഹം പോലെ ബന്ധിക്കപ്പെട്ട മേഖലകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നിന്റെ സ്ഥിതികളെ മാറ്റിമറിച്ച് സ്വപ്നം കാണുന്നവളെ പോലെ നിന്നെ ആക്കി തീർക്കുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വം ആത്മാവ് പറയുന്നു. അത് നിന്റെ മേൽ വെളിപ്പെടുത്തിയ ദൈവം ഞാനെങ്കിൽ ഇനിയും നിന്നെ നടത്താൻ ഞാൻ ശക്തനല്ലേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് നിന്നോട് ഒരിക്കൽ ഞാൻ അരുളി ചെയ്ത ദൈവമാ. ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞ ദൈവമാ, കുഞ്ഞെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ടെന്ന് ആത്മാവ് നിന്നോട് പറയുന്നു. ആ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുണ്ട് കുഞ്ഞെ. അത് നിന്റെ കഷ്ടതയിൽ, അത് നിന്റെ വേദനയിൽ, നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ നിരാശയിൽ എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല. ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, നീ ഒറ്റയ്ക്കല്ല. ഞാൻ നിന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ നദിയിലൂടെ പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ തീയിലൂടെ പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ രോഗത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. ആത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാ. ആ ദൈവ സാന്നിധ്യം നീ ഒന്ന് തിരിച്ചറിഞ്ഞ്, ആ ദൈവപ്രവൃത്തി നീ ഒന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ ചേർത്ത് പിടിക്കുന്ന, മാർവോടണയ്ക്കുന്ന, കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടയ്ക്കുന്ന, വേദനകളെ എടുത്തു മാറ്റുന്ന ആ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്റെ ജീവിതത്തിനകത്ത് ചില ദൈവപ്രവൃത്തികൾ നടത്താൻ തുടങ്ങുകയാണ്. കുശവൻ മെനയുന്നത് പോലെ, കുശവൻ പണിഞ്ഞെടുക്കുന്നത് പോലെ ആത്മാവ് നിന്നെ പണിതെടുക്കുക. കൂടുതൽ ശോഭയുള്ളവളായി പുറത്തു വരേണ്ടതിന് ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുന്ന ദൈവമെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. രേഖേ നിമാല ഹാത്തൂറ സെഖേ നിഗാരഗന്ധന അൽഘന റംതേ രിഗക്ഷരാധനസി ഉടകംബരം തുനി രിഗലഘടക ബൗഷാലഗംധരേ രിഗനിഘടകസി ഉടകംബരം തുനാരഗക്ഷേ രിഗദിഗനഘടക ബൗഡാരഗംധനാരഗസി ദൈവാരഗക്ഷേ രിഗനഘടക സന്തന. മിനി മാത്യു ആത്മാവ് അവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഡികാലഗാധരക്ഷേ രിഗനിഘടക ബൗഡാരഗംധരേ രിഗനിഘടകസി അൽഘനാരഗത്തുനാരഗനഘടകം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള അലങ്കാരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആത്മാ പറയുന്നു, കുഞ്ഞെ ഉടകാരകടകം എന്റെ നീതിയുള്ള അലങ്കാരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമാ. ഉടകം ജലം തുര. നിന്റെ ബലം ക്ഷയിച്ചു പോകുമ്പോ ഞാൻ നിനക്ക് ബലം പകരുന്ന ദൈവമാ. നീ ക്ഷീണിച്ചു പോകുമ്പോ ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ. നീ ഒറ്റക്കാണെന്ന് നിനക്ക് തോന്നുമ്പോ ഞാൻ നിന്റെ കൂടെ വരുന്ന ദൈവമാ. ഉടകാരമനഘടകജൽക്കക്ഷരെ എല്ലാവരും എന്നെ മറന്നുപോയി, ആരും എന്നെ ഓർക്കുന്നില്ല എന്ന് നീ പറയുമ്പോ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും, താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നിയില്ല എന്ന് വന്നാലും, ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ ഞാൻ നിന്നെ മറന്നു പോകുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ചേർത്തു പിടിക്കുന്നവനും എന്റെ ഉള്ളം കരത്തിൽ നിന്നെ വഹിക്കുന്നവനുമാ. ആത്മാ പറയുന്നു, നീ എന്റെ ഉള്ളം കരത്തിലായിരിക്കുന്നത്. അടംതരം യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ഭവിക്കുന്നത് എന്ത് എന്ന് നീ ചിന്തിക്കുമ്പോ ആത്മാവ് നിന്നോട് പറയുന്നു, ദോഷങ്ങളാൽ അവൻ നിന്നെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും
നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും ദൈവം. ചിലത് നിനക്ക് ഇപ്പൊ തിന്മയാണെന്ന് തോന്നുക, പക്ഷെ നീ മറന്നു പോകരുത്, കുറിച്ചു വെച്ചുകൊള്ളണം. നിനക്ക് തിന്മയായി നിൽക്കുന്ന ചില വിഷയങ്ങളെ നന്മയായി ദൈവം മാറ്റാൻ പോകുക. ചില വിഷയങ്ങൾക്കകത്ത് ചില ദൈവത്തിന് ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുക. ദൈവത്തിന്റെ കരം ഇറങ്ങി വരാൻ പോകുക. അൽഘന അറകനഘടക പുരാതന ദൈവം നിന്റെ സങ്കേതം, അവൻ നിനക്ക് വേണ്ടി ആകാശത്തൂടെ മഹിമയിൽ മേഘാരൂഢനെ വെളിപ്പെട്ട് വരാൻ തുടങ്ങിയ ചില തിന്മയെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളെ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ പോകുന്നുവെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുക, ദൈവിക മഹത്വം നീ കാണും. വിശ്വസിക്കുക, ദൈവിക മഹത്വം നീ കാണും. യേശുവിന്റെ നാമത്തിൽ ഈ വേറകളിൽ സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുൻപാകെ എടുത്തു വരുന്നു. നല്ല രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പുകയത്തു വെച്ച തുരുത്തി പോലെ ഞങ്ങൾ ആകുന്നു എങ്കിലും അങ്ങയുടെ ചട്ടങ്ങളെ ഞങ്ങൾ മറക്കുന്നില്ല. ഞങ്ങൾ അവിടുത്തെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുകയാ, അവിടുത്തെ ന്യായപ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയാ, അങ്ങയെ ഞങ്ങൾ മുറുകെ പിടിക്കുകയാ, അങ്ങയോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാ. ഞങ്ങൾ ഉപയോഗിക്കാൻ അങ്ങയ്ക്ക് കഴിയും. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് കഴിയും. അവിടുത്തെ വാഗ്ദത്തങ്ങൾ നിറവേറും. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം പ്രവർത്തിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിലൂടെ ഞങ്ങളുടെ ദാസിക്കായ സ്തോത്രം, സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം, കേൾപ്പിച്ച വചനത്തിനായ സ്തോത്രം, അങ്ങ് അരുളി ചെയ്ത അരുളപ്പാടുകൾക്കായ സ്തോത്രം. എല്ലാവരുടെ മേലും അരുളപ്പാടുകൾ നിവർത്തിയായി വരട്ടെ തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.